Hello my dear students and welcome to the Mission Gate 2026. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇനി വരുന്ന എക്സാം ഗേറ്റ് എക്സാമായ ഗേറ്റ് 2027ൻ്റെ പുതിയ ബാച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഈ ബാച്ച് സ്പെസിഫിക്കലി ഫോർ ദ ഗേറ്റ് ബ്രാഞ്ചസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കഴിഞ്ഞ 2026 എക്സാമിൽ നോക്കുകയാണെങ്കിൽ എക്സലൻസ് അക്കാഡമിയിൽ നിന്ന് നമുക്കുണ്ടായിരുന്ന കുട്ടികളിൽ നമുക്ക് കിട്ടിയ ഒത്തിരി ടോപ്പ് റാങ്ക്സ് ഉണ്ടായിരുന്നു. അതിൽ 254th റാങ്കായിരുന്നു നമ്മുടെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്ക് ബൈ നന്ദനായിരുന്നത്. ആൻഡ് ദെൻ വി ഹാഡ് ദ റാങ്ക് 2308 ആൻഡ് മൾട്ടിപ്പിൾ 2000-നുള്ളിൽ തന്നെ ഒത്തിരി റാങ്ക്സ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സും എക്സലൻസിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്വാളിഫൈ ആയത് തന്നെ ഒത്തിരി കുട്ടികളും ഉണ്ടായിരുന്നു. ആൻഡ് യു നോ റൈറ്റ്, ഗേറ്റിൽ നമുക്ക് ജസ്റ്റ് ക്വാളിഫൈ ആവുന്നത് ഇറ്റ്സ് നോട്ട് അതൊരു ഈസി തിങ് അല്ല. ഈവൻ ഒരു മാർക്ക് പോലും ഗേറ്റിൽ സ്കോർ ചെയ്യുന്നത് ഇറ്റ് ഇസ് അറ്റ്മോസ്റ്റ് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓക്കെ, സോ വി വർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദീസ് മെനി റാങ്ക്സ് ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ സ്റ്റുഡൻസ്. ആൻഡ് ഇനി വരാൻ പോകുന്ന ഇയറിലും ഞങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ട്രെയിനിങ് കൊടുത്ത് ദ സെയിം വേ നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങും മുന്നേ നമുക്ക് ഇനി എന്താ ഗേറ്റ് എന്നറിയണം അല്ലേ. ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന പലരും ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ കാണുന്നതായിരിക്കും അല്ലേ. ഇപ്പോൾ എന്താ ഗേറ്റ്, നമ്മൾ എഴുതിയിട്ട് കാര്യമുണ്ടോ അല്ലേ, നമുക്കത് എഴുതുന്ന കാരണം എന്തെങ്കിലും ഒരു കരിയർ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടോ എന്ന് പല ക്വസ്റ്റ്യൻസിലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. ഇപ്പോൾ നോർമലി നമ്മുടെ ഒരു ക്ലാസ്സിന് വരികയാണെങ്കിൽ നമ്മുടെ ഒരു ബാച്ചിൽ കാണുന്ന ഒരു മിക്സഡ് കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. ലൈക്ക് കുറച്ച് പേര് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ബി.ടെക് കഴിഞ്ഞിട്ട് അവർക്ക് എം.ടെക്കിലോട്ട് പോകണം, എം.ടെക് ഒരു നല്ലൊരു IIT അല്ലെങ്കിൽ ഒരു NIT ലെവൽ അഡ്മിഷൻ കിട്ടണം, അപ്പോൾ അതിന് ഗേറ്റ് വേണം, അതൊരു സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവൻ എം.ടെക് കഴിഞ്ഞിട്ടും അവർക്ക് PhD അഡ്മിഷൻ വേണം. ആൻഡ് അതും ഈ പറയും പോലെ ഒരു IIT ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് PhD അഡ്മിഷൻ കിട്ടണമെങ്കിലും ഗേറ്റ് ഇസ് ഓൾസോ മാൻഡേറ്ററി. കാരണം സ്റ്റൈഫൻഡ് കിട്ടണമെങ്കിൽ ഗേറ്റ് മാൻഡേറ്ററി ആണ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും. ഓക്കെ, ഇനിയിപ്പോൾ അത് മാത്രമല്ല പ്രത്യേകത, ഇപ്പോൾ ഉള്ള പുതിയ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എം.ടെക് പ്ലസ് PhD ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. ഒരു 5 years കൊണ്ട് മൊത്തം പ്രോഗ്രാമും കഴിയുന്ന രീതിയിലുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതൊരു സാധ്യത, അത് ആ ഒരു എയിം വെച്ചിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. പിന്നെ എന്താണ്, PSC ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കുന്നവരുണ്ടാവും. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഈസി ആയാലും ഇൻസ്ട്രുമെൻറ്റേഷൻ ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വേക്കൻസി വരാൻ പോകുന്ന ഒരു സംഭവമാണ് ഇസ്രോയിലായാലും ബാർക്കായാലും DRDO, ബെല്ലലി, ഇവിടെ എല്ലായിടത്തും ഇതിനൊക്കെ നമ്മൾ നവരത്ന കമ്പനീസ് എന്നാണ് പറയുന്നത്. നമ്മൾ PSU എന്ന് പറയും, അല്ലെങ്കിൽ നവരത്ന, ഇന്ത്യയുടെ നവരത്ന കമ്പനീസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കമ്പനീസ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും അവർ നോർമലി ഇപ്പോൾ ഇസ്രോ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്കൊരു CBT എക്സാം ഉണ്ട്. ആ CBT എക്സാമിൽ നമ്മൾ ആ CBT എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ സിലബസസ് ഡിറ്റോ ടു ഗേറ്റ് ആണ്, മനസ്സിലായി, സെയിം ഡിറ്റോ ആണ്. ആ എക്സാം നിങ്ങൾ എഴുതി ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂക്ക് വിളിക്കും. ഓക്കെ, ദാറ്റ് ഇസ് വൺ കാറ്റഗറി. അപ്പോൾ നിങ്ങൾ സയൻറ്റിസ്റ്റ് ഗ്രേഡ് സിയിലോട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി കയറും. 1 lakh നിങ്ങൾക്ക് എന്ത് കിട്ടും, പെർ മന്ത് നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്ന രീതിയിലുള്ള ജോബാണ്. സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ ബാക്കി അതർ കമ്പനീസ് ഓൾസോ. പക്ഷെ തിങ് ഇസ് ദാറ്റ് ഇസ്രോ അല്ലാണ്ട് ബാക്കി ചില കമ്പനീസ്, അതായത് നമ്മുടെ ഈ പറയും പോലെ എന്താണ്, ഇപ്പോൾ ബെല്ലായാലും DRDO ആയാലും ഇവരൊക്കെ ഈ പറയുന്ന ഗേറ്റ് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ അവർ പറയുന്ന ഒരു കട്ട് ഓഫ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ക്വാളിഫൈ ആവുന്നെങ്കിൽ പോലും അവരുടെ ഈ റിക്രൂട്ട്മെൻറ്റ്സിന് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും, ഈവൻ വിത്തൗട്ട് എന്താണ് അവരുടെ എക്സാം എഴുതാണ്ട്. ഇപ്പോൾ കാണുന്ന ട്രെൻഡാണ്, പല നവരത്ന കമ്പനീസും ഇതുപോലെ അവർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എടുക്കുകയാണ്. സോ ഒൺലി നിങ്ങളുടെ ഓപ്ഷൻ എന്താണ്, അവിടെയൊക്കെ കയറണം. ആൻഡ് ഇതെല്ലാം വിളിക്കുന്നത് സയൻറ്റിസ്റ്റ് പോസ്റ്റിലുമാണ്. പക്ഷെ അവിടെ കയറണമെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻ എന്താണ്, ഒരു മാൻഡേറ്ററി കണ്ടീഷൻസ് ഗേറ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആവണം. ഗേറ്റ് നോർമലി ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള മാർക്ക് റേഞ്ച് അറിയാമല്ലോ നിങ്ങൾക്ക്, 27 to 32 വരെ അപ്രോക്സിമേറ്റ്ലി പോകാറുണ്ട്. ഓരോ വർഷവും മാറി വരാറുണ്ട് ഡിപ്പെൻഡിങ് ഓൺ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി. ഇത് ജസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതിനെല്ലാം നമ്മൾ സിലബസ് എന്താണ്, ഗേറ്റ്. ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ISR ഒന്നും ഓരോ വർഷം അവരെന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റഡ് ആയിട്ട് സിലബസ് ഒന്നും ഇടാറില്ല. ഇറ്റ് ഇസ് വെരി മച്ച് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഇസ് ഗേറ്റ് സിലബസ് ആണ്. ആൻഡ് ക്വസ്റ്റ്യൻസിൻ്റെ നിലവാരവും അതുപോലെ തന്നെയാണ്. പിന്നെ ഇതൊരു സാധ്യത. പിന്നെ ഇതല്ലാണ്ട് നമ്മുടെ സ്റ്റേറ്റ് PSC, കേരള PSC എക്സാംസ് എഴുതുന്ന കുട്ടികളായാൽ പോലും നിങ്ങളിപ്പം M.Tech കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ് അസിസ്റ്റന്റ് പ്രൊഫസർ AP-യുടെ എക്സാം അല്ലേ. അപ്പോൾ AP-യുടെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഈ ഇടയ്ക്കുള്ളത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് അവരും ഈ പറയുന്ന എക്സാമിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഈ പറയുന്ന ഗേറ്റ് എക്സാമായിട്ട് കംപ്ലീറ്റ്ലി അവർ മേർജ് ചെയ്ത് കൊണ്ടുവരികയാണ്.
മനസ്സിലായോ? അപ്പോൾ ഗേറ്റ് ലെവൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഹൈ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ പറയുന്ന കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഇപ്പോൾ AP ചോദിക്കുന്നത്. അപ്പോൾ ഈവൻ AP കേരള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ ഗേറ്റ് പഠിക്കുകയാണെങ്കിൽ യു ആർ പ്രിപ്പയർഡ് എവറിത്തിങ്. മനസ്സിലായോ? അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ BTech അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ PhD സ്റ്റുഡൻറ്റ് യു ആർ സ്റ്റഡിങ്, നിങ്ങളെ സംബന്ധിച്ച് ഗേറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ഈ പറയുന്ന എന്ത് കാറ്റഗറി ഓഫ് എക്സാം ആയാലും PSU ആയാലും PSC ആയാലും നിങ്ങളെ കൊണ്ടത് ട്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയിം ചെയ്യേണ്ടത് ജസ്റ്റ് ഗേറ്റ് നമ്മൾ എന്താണ് ഈ പറയുന്ന ക്വാളിഫൈങ് മാർക്ക് കിട്ടുന്ന രീതിയിൽ ക്വാളിഫൈ ആവാണ്ട് വി ഷുഡ് ഓൾവേസ് എയിം, ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നതാണ്, യു ഷുഡ് ഓൾവേസ് എയിം ഫോർ ഗെറ്റിംഗ് ആൻ 80+ മാർക്ക്. നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഗേറ്റ് എത്ര മാർക്കിനാണ്? 100 മാർക്സിനാണ്. സോ ഔട്ട് ഓഫ് 100 നമുക്ക് 80 മാർക്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എയിം ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു അറ്റ്ലീസ്റ്റ് 70+ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഴുതി വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു സീരീസ് ഓഫ് ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് സ്കോർ കിട്ടുന്ന കുട്ടികളുടെ മാർക്കിൻ്റെ വെയിറ്റേജ്, ആ ഒരു സ്കോർ എന്ന് പറയുന്നത് ഇസ് ബിറ്റ്വീൻ 80 to 90 ആണ്. അപ്പോൾ 90 എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഇസ് വെരി എക്സ്ട്രീം. ഓക്കെ, അതൊക്കെ കിട്ടുന്നതും വളരെ റെയർ ആണ്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ വർഷത്തിൽ നടന്ന കുറച്ച് എന്താണ് ആംബിഗ്യൂട്ടീസ് നിങ്ങൾക്ക് അറിയായിരിക്കില്ല. ഗേറ്റ് 2026 ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗേറ്റ് നമുക്ക് റാങ്ക് കിട്ടിയ കുട്ടിയുടെ ആ മാർക്കിൽ വരുന്ന കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ടു ബി ഫ്രാങ്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 80 to 86 വരെയൊക്കെയാണ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും അവരെന്ത് ചെയ്യത്തില്ല, നമുക്ക് 100 to 100 കിട്ടുന്ന രീതിയിലായിരിക്കത്തില്ല സെറ്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ വെറീഡ് ആവേണ്ട. ഗെറ്റിംഗ് an 80 മാർക്ക് അല്ലെങ്കിൽ എയിമിംഗ് ഫോർ 70 മാർക്ക് ഇസ് വെരി മച്ച് അക്സെപ്റ്റബിൾ കമ്പയർ ടു യു. സോ എക്സലൻസ് അക്കാഡമിയിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്ന ആപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റ് ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൽ ഒരു കോഴ്സ് ഫോമിലാണ് നമ്മുടെ എൻറ്റയർ ഈ പറയുന്ന ഗേറ്റിൻ്റെ സിലബസ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് എല്ലാം നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ വിത്ത് ആപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സീരീസ് ഓഫ് ഇങ്ങനെ ഒത്തിരി കോഴ്സസ് ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ഗേറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ISRO പോലത്തെ ബാക്കി എക്സാംസിൻ്റെയും അതുപോലെ കേരള PSCയുടെയും ബാക്കി കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഞാനീ പറയുന്നത് നമുക്ക് നമ്മുടെ ഓരോ വീക്ക്ലിയും നിങ്ങൾക്ക് നമ്മൾ ടെസ്റ്റ് തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഒരു ആഴ്ച പഠിപ്പിക്കുന്ന പോർഷൻ എന്താണോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആസ് എ ടെസ്റ്റ് സീരീസ്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഗേറ്റിൽ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും, പല മോഡലായിരിക്കും അപ്പാർട്ട് ഫ്രം വാട്ട് വി ആർ ടീച്ചിങ് ഇൻ ക്ലാസ്. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആൻഡ് ആ തരാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അറിയാം, ദിസ് ഇസ് എക്സാക്ട്ലി യുവർ ഗേറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൽ തന്നെ വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും, നമുക്ക് ക്വസ്റ്റ്യൻസ് മാറ്റി എടുക്കാം, ബാക്കി റിസൾട്ട് അനാലിസിസ്, കമ്പാരിറ്റീവ് ആ റിസൾട്ട് എന്താണ്, ഇതെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ തന്നെ തരും. അപ്പോൾ ഇങ്ങനെ ഒരു ഓൾ ടുഗെദർ ഒരു പാക്കേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ക്രാക്കിറ്റ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഗേറ്റ് 2027 പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ മോഡ് എങ്ങനെയാണ്, നമുക്ക് ഓൺലൈനാണ്. ആൻഡ് ഇപ്രാവശ്യം 3rd ഇയറും 4th ഇയർ സ്റ്റുഡൻസിനും നമുക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് ഉള്ളത്, നമുക്ക് 65 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. ആൻഡ് എത്ര മണിക്കൂർ കൊണ്ട് നിങ്ങൾ എഴുതണം, 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കവർ ചെയ്യണം അല്ലേ. ആൻഡ് ദാറ്റ് ഇസ് എ ടാസ്ക്. കാരണം എന്താണെന്നറിയാമോ, ആലോചിച്ച് നോക്കുക, നമുക്ക് 65 ക്വസ്റ്റ്യൻ ഉണ്ട്. 65 ക്വസ്റ്റ്യൻ കംപ്രൈസസ് ഓഫ് എത്ര മാർക്കാണ്, 100 മാർക്സ് ആണ്. 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര മണിക്കൂർ വേണമെന്നറിയാമോ, എത്ര മിനിറ്റ്സ് വേണമെന്നറിയാമോ? അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് 2 minutes and 45 seconds മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇപ്പോൾ KTU നിങ്ങൾ പഠിച്ച ആൾക്കാരാവും, അല്ലെങ്കിൽ പന്ന യൂണിവേഴ്സിറ്റി ആവും, കേരള യൂണിവേഴ്സിറ്റി ആവും, കുസാറ്റ് ആവും, MG ആവും, എവിടെ പഠിച്ചാലും ഇപ്പോൾ നമുക്കിപ്പോൾ ചില സബ്ജക്ട്സിൽ ഇപ്പോൾ കൺട്രോൾ സിസ്റ്റം പറയുകയാണ്. അപ്പോൾ അതിൽ ബോഡി പ്ലോട്ട് വെച്ച് സോൾവ് ചെയ്ത് അതിൻ്റെ ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ കണ്ടുപിടിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ഈസ് വെരി മച്ച് പോപ്പുലർ ഇൻ എവറി എക്സാം. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇസ് വെരി മച്ച് പോപ്പുലർ അല്ലേ. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യന് ഏത് സിലബസ് ആയാലും അതിൻ്റെ ഒരു വെയിറ്റേജസ് അറൌണ്ട് 10 to 15, ചില കേസിൽ എന്താണ് 20 മാർക്സിന് ചോദിക്കാം. സോ ഇറ്റ് ഇസ് സച്ച് എ ബിഗ് ക്വസ്റ്റ്യൻ അല്ലേ. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ അതിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ചെയ്യണം, പോളാർ പ്ലോട്ട് ചെയ്യണം അല്ലേ, ആംഗിൾ പ്ലോട്ട്, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ചിട്ട് ഗെയിൻ മാർജിൻ, ഫേസ് മാർജിൻ ഒക്കെ കണ്ടുപിടിച്ചെടുക്കുന്ന ക്വസ്റ്റ്യൻ ഗേറ്റിന് ചോദിക്കുന്ന എത്ര മാർക്കിനെന്ന് അറിയാവോ, ജസ്റ്റ് 2 മാർക്സിനാണ്. പക്ഷേ നമ്മൾ ചെയ്തെടുക്കേണ്ടത് നിങ്ങൾ വിചാരിക്കും ആ 30 മിനിറ്റ് നമ്മൾ എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ 2.5 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഡെഫിനറ്റ്ലി പറ്റും. കാരണം അതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഈ കോഴ്സ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന സെയിം വേ ഓരോരോ ക്വസ്റ്റ്യനും ചെയ്യാൻ വേണ്ടി ഓരോരോ ഷോർട്ട് കട്ട്സ് ഉണ്ടാവും. അതാണ് ആക്ച്വലി നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ KTUവിൽ നമ്മൾ എന്താണ് നിങ്ങളിപ്പോൾ BTechൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന നോളേജ് ആ രീതിയിലല്ല ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. കാരണം ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ ആപ്ലിക്കേഷൻ ലെവൽ എക്സാം.
പക്ഷേ ഗേറ്റിന് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്ത് ഈ മിനിമം ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതിയെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് ട്രെയിനിങ് കിട്ടേണ്ടതും നമ്മൾ തരുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്രൈറ്റീരിയ മനസ്സിൽ വെച്ചിരിക്കുക. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം സ്പീഡ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാം യു റൈറ്റിംഗ്. കാരണം നിങ്ങൾ ഒരു സെക്കൻഡിന് പോലും അവിടെ വാല്യൂ ഉണ്ട്. മനസ്സിലാവും ഏതാണ് ഹയർ. ഗേറ്റ് നമുക്കിപ്പോൾ ഒരു റാങ്ക് നമ്പർ ഒരു 5 പറയുന്നതാണോ 6 പറയുന്നതാണോ ഹയർ, വിച്ച് ഇസ് ഹയർ? ഡെഫിനറ്റ്ലി 5. അപ്പോൾ നമുക്ക് മുന്നുള്ള ആളെക്കാളും നമുക്ക് സ്പീഡ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ഈ പറയുന്ന വീക്ക്ലി ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇനി ഗേറ്റ് നമുക്ക് എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻ ഉണ്ട്? MCQ ഉണ്ട്, NET ന്യൂമറിക്കൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ നമുക്ക് ഗേറ്റ് 2026 നടത്തിയിരുന്നത് ഗുവാഹട്ടി ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നോക്കി എല്ലാ കുട്ടികളും പറഞ്ഞൊരു സംഭവമാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ABCD 4 സ്റ്റേറ്റ്മെൻറ്റ് തരും. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആക്ച്വലി ഡിഫിക്കൽട്ട്. ബിക്കോസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ അതിലൊരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് എ തിങ്. ഓക്കെ, അപ്പോൾ അതുമാതിരി അല്ലാണ്ട് നമുക്ക് പിന്നെ MCQ ക്വസ്റ്റ്യൻസ് വരും. ABCD ഇതിലൊന്ന് ചൂസ് ചെയ്യണം. പിന്നെ NET എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കേണ്ട കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് വരും. ഇങ്ങനത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. പിന്നെ മാർക്കിംഗ് പറയുമ്പോൾ നമുക്കറിയാമല്ലോ 1 മാർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്, 2 മാർക്ക് ക്വസ്റ്റ്യനും വരും. ആൻഡ് നമുക്ക് കറസ്പോണ്ടിങ്ങിൽ എന്ത് വരും? നെഗറ്റീവ് മാർക്കിംഗ് വരും. 0.33 0.66 നെഗറ്റീവ് മാർക്കിംഗ് വരും കറസ്പോണ്ടിങ്ങിൽ. പക്ഷേ നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യൻസിന് എന്ത് വരത്തില്ല? ഈ പറഞ്ഞ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി നോക്കി പിന്നെ നമുക്ക് എന്തൊക്കെ സെക്ഷൻസ് ആണല്ലേ. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് സെക്ഷൻ ഉണ്ട് അല്ലെ. എല്ലാവർക്കും വളരെ എളുപ്പമായിട്ടുള്ള സെക്ഷനാണ് ആപ്റ്റിറ്റ്യൂഡ്. കാരണം എന്താ, നമ്മുടെ കാറ്റ് ലെവൽ എക്സാമിൻ്റെ അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല, നമ്മളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അതിൽ പിന്നെ നമുക്ക് സെക്കൻഡ് സെക്ഷനിൽ വരുന്നതാണ് മാത്തമാറ്റിക്സ്, നമ്മുടെ കോർ ക്വസ്റ്റ്യൻസും കോർ സബ്ജക്ട്സിൽ വരുന്ന ക്വസ്റ്റ്യൻസും. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു സബ്ജക്ട് ഡിവിഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എന്താണ്, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു 15% മാർക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൽ നിന്നും ഒരു 15 to 13% മാർക്സ് വരാറുണ്ട്. പെർസെൻറ്റേജ് മീൻ 13-15 മാർക്സ്. ബാക്കിയുള്ള 70% മാർക്സ് ആണ് ഇതിൽ വരുന്നത് നമ്മുടെ കോർ സബ്ജക്ട്സിൽ നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ അതിനും എന്തുണ്ട്, നമുക്ക് സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പോൾ മെയിൻലി നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഗേറ്റിൽ വരുന്ന നമ്മുടെ ആ ഒരു സബ്ജക്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ 27 ആണ് കേട്ടോ. ഗേറ്റ് ഒരു സബ്ജക്ട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്, കൺട്രോൾ സിസ്റ്റം, മാത്സ്, അനലോഗ് സർക്യൂട്ട്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വർക്ക് തിയറി, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് വൺ മോർ തിങ് ഇസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഇസ് ആക്ച്വലി നൈറ്റ് മെയർ ഫോർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ സ്റ്റുഡൻറ്റ്. നിങ്ങൾ ആർക്കായാലും ഇറ്റ് ഇസ് എ ഹെഡ് ഏക്ക് വരുന്ന സബ്ജക്റ്റാണ്. കാരണം എന്താണ്, നമ്മളിവിടെ ഗേറ്റിന് പഠിപ്പിക്കുമ്പോൾ എല്ലാവരും ഒന്ന് പകച്ച് ആദ്യം നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ പഠിച്ച ശേഷം അവർക്ക് ഭയങ്കര എന്താണ്, ഹാപ്പി ഫീലിംഗ് ആണ്. കാരണം അവർ പോലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും നമ്മളിത് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം EMT ബേസിക്കലി ഒരു ഇമാജിനേഷൻ നമുക്ക് വരേണ്ട സബ്ജക്റ്റാണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ ഉണ്ട്. ആ ഒരു സിഗ്നൽ ഒരു മീഡിയം വഴി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെ ചേഞ്ച് ആവും, അതിൻ്റെ വേവ് വെലോസിറ്റിക്ക് എന്ത് പറ്റും, അതിൻ്റെ സ്പീഡിന് എന്ത് പറ്റും, പ്രൊപ്പഗേഷൻ ഡെപ്ത് എന്താണ് അല്ലേ, പിന്നെ ഈ സിഗ്നലിൽ പാസ് ചെയ്ത് പോകാനുള്ള മീഡിയത്തിനെ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമാജിനേഷൻ വേണം. മനസ്സിലായോ? സോ അതിൻ്റെ ബേസിക്സ് തൊട്ട് കേൾ എന്താണ്, ഡൈവേർജൻസ് എന്താണ് അല്ലേ, സ്കെയിലാർ വെക്ടർ തുടങ്ങിയിട്ടാണ് ആ സബ്ജക്റ്റ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു പോവും, അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. ഇറ്റ് വിൽ ബി വെരി മച്ച് ഈസി ഫോർ യു. ഇറ്റ് ഇസ് ആക്ച്വലി വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ഓക്കെ, വിൽ ഗെറ്റ് ഓൺ ടു ദാറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സബ്ജക്ട് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഇതിനൊക്കെ വരും. ഓബിയസ്ലി എന്താണ്, ആപ്റ്റിറ്റ്യൂഡിനുണ്ട് 15 മാർക്ക് നമുക്ക് കിട്ടും. അത് ഉറപ്പായിട്ടും വാങ്ങിക്കുകയും ചെയ്യണം. പിന്നെ നമുക്ക് വരുന്ന ഏതാണ്, നമുക്കൊരു ഹയസ്റ്റ് വെയിറ്റേജ് പിന്നെ പറയുന്നത് കമ്മ്യൂണിക്കേഷനും വരും, പിന്നെ മാത്സിനും വരും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനും ഒരു ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളതാണ്. 12 to 15 മാർക്സ് വരെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏതൊക്കെയുണ്ട്, പിന്നെ നമുക്ക് നെറ്റ്വർക്ക് തിയറി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് എ വെരി മച്ച് ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഏതൊക്കെ വരുന്നുണ്ട്, പിന്നെ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഡിജിറ്റൽ സർക്യൂട്ട് നമുക്ക് വരുന്നുണ്ട്, ഇലക്ട്രോണിക് ഡിവൈസ് വരുന്നുണ്ട്. EMT നമുക്ക് ഏറെക്കുറെ 5 മാർക്ക് 5 to 3 മാർക്സ് ഒക്കെ വരെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ കൺട്രോൾ സിസ്റ്റം 5% മാർക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സബ് ഡിവിഷൻ വരുന്നത് അനലോഗ് സർക്യൂട്ട്. അപ്പോൾ ഈവൻ ദോ വി ഹാവ് ദീസ് മെനി സബ്ജക്ട്സ്, ഇപ്പം നമ്മൾ കാണുന്ന പോലെ 10ഓളം സബ്ജക്ട്സ് നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡർ വേണം. കാരണം ആ ഓർഡർ വെച്ച് പഠിച്ചു പോയാലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഫൗണ്ടേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നോർമലി കുട്ടികൾ കാണുന്നത് ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ അവർക്ക് എളുപ്പമുള്ള സബ്ജക്ട്സ് ഒക്കെ ഇവരെന്ത് ചെയ്യും, ഇവർ ആദ്യം വേഗം പഠിച്ചു വയ്ക്കും. എന്നിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളത് പിന്നെ അവസാനം കൊണ്ട് തട്ടിക്കൂട്ടിയൊക്കെ നോക്കിയിട്ട് അങ്ങ് എക്സാമിന് പോകും. പക്ഷേ ക്വാളിഫൈ പോലും ആവാൻ ഡിഫിക്കൽട്ടായിരിക്കും. മനസ്സിലായോ? കാരണം ഈവൻ സ്കോറിങ് 1 മാർക്ക് ഇസ് വെരി മച്ച് ഡിഫിക്കൽട്ട് ഇൻ എ ഗേറ്റ് എക്സാം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി ഈവൻ സെലക്റ്റീവ്ലി പിക്ക് ചെയ്ത് പഠിച്ചാൽ പോലും നമുക്ക് ചിലപ്പം നല്ലോണം വെയിറ്റേജുള്ള സബ്ജക്റ്റ് നല്ലോണം ഇൻഡപ്തി പഠിച്ചിട്ട് പോയാൽ ചിലപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ആവും. പക്ഷെ ഒരിക്കലും നമുക്ക് ഈ 70 എന്ന് പറയുന്നൊരു സ്കോർ എയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, സിസ്റ്റമാറ്റിക്കലി നമുക്ക് ഒരു ഓപ്ഷൻ, ഒരു പ്രയോറിറ്റി രീതിയിൽ സബ്ജക്ട്സ് പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സലൻസ് അക്കാഡമിയിൽ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വെരി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കും പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പ്രയോറിറ്റി സ്ട്രാറ്റജിയാണ്. ഏത് സബ്ജക്റ്റ് തൊട്ട് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം. ഓക്കെ, അതായിരിക്കും നമ്മൾ തരാൻ പോകുന്ന ഫസ്റ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങളും കൂടെ ഫോളോ ചെയ്ത് വന്നാൽ ഇതുപോലത്തെ നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആണ്. പൊതുവെ കുട്ടികൾ എന്ത് ചെയ്യും, മാത്സ് ഒക്കെ അവസാനം പഠിക്കാനിരിക്കുന്ന സബ്ജക്റ്റാണ്. പക്ഷെ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് മാത്സിൻ്റെ ട്രെയിനിങ് ഫ്രം ദ ഡേ 1 തൊട്ട് തരും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഇസ് മാത്സ്. അതില്ലാണ്ട് നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നെറ്റ്വർക്ക് പോലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ ആസ് എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് നിങ്ങൾ ഒരു ബേസിക് ഡിഫറൻസിയേഷൻ എന്താണ്, ഇൻറ്റഗ്രേഷൻ എന്താണ്, ഒരു 3 ഇക്വേഷൻ, ഒരു അൺനോൺ 3 ഇക്വേഷൻ ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാനൊക്കെ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഒരു മെട്രിക്സ് നമുക്ക് 3x3 മെട്രിക്സ് സോൾവ് ചെയ്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന എന്തൊക്കെ ടെക്നിക്സ് ഉള്ളത് ഇൻ എൻ ഈസി വേ, അതൊക്കെ നമുക്ക് അറിഞ്ഞാലേ നമുക്ക് ഫർദർ ബാക്കി സബ്ജക്ട്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഫ്രം ഡേ 1 യു വിൽ ബി ഗെറ്റിംഗ് ദ ട്രെയിനിങ് ഫോർ ദീസ് സബ്ജക്ട്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഉണ്ട്, നമുക്ക് ലീനിയർ ആൾജിബ്ര, കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, വെക്ടർ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, പ്രോബിലിറ്റി. ആൻഡ് ദിസ് പ്രോബിലിറ്റി ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴാണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ട്രെയിനിങ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. സപ്പോസ് യു ഹാവ് എ 3x3 മെട്രിക്സ്. A is a 3x3 മെട്രിക്സ് ആണ്. യു ഹാവ് സം A B C D E F G H I എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. ഓക്കെ, ഈ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് സോൾവ് ചെയ്യണം. ആൻഡ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് എന്താണ് ഇതിൻ്റെ ലൈക്ക് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഈ മെട്രിക്സ് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന സാധാരണ മെത്തേഡ് എന്താണ്, വി യൂസ് ടു ഫൈൻഡ് അഡ്ജസെന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ജി അല്ലേ. ഇപ്പോൾ ഈ അഡ്ജസെന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ആദ്യം ഈ മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യും, മൈനർ മെട്രിക്സ് കണ്ടുപിടിക്കും, പിന്നെ കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജോയിൻ മെട്രിക്സ് കണ്ടുപിടിക്കും, പാരലലി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവിഷൻ ചെയ്യുമ്പോഴേ കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 3x3 മെട്രിക്സിന്റെ അഡ്ജോയിൻ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് ഇസ് നോട്ട് ആൻ ഈസി ടാസ്ക്. മൈനറും കോഫാക്ടറും എല്ലാം കണ്ടുപിടിച്ച് തെറ്റാണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ ആൻസർ കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കുക, ഗേറ്റിന് നമുക്ക് കാൽക്കുലേറ്റർ ഇല്ല, ഒരു വെർച്വൽ കാൽക്കുലേറ്റർ ഉള്ളൂ, അതിൻ്റെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതെപ്പോഴും ഗേറ്റ് മാത്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാത്സ് ഉണ്ടെങ്കിലും ചോദിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ സോൾവ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളൊരു മിനിമം ഒരു 15 മിനിറ്റ് നിങ്ങൾ പതിയെ ഇരുന്ന് സോൾവ് ചെയ്യും. പക്ഷേ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് കാണുന്നില്ലേ, ഈ മെട്രിക്സിനെ എടുത്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് കോളം എടുത്ത് നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്ത് ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, എന്നിട്ട് ഇതിലൊരു ക്രോസ് ഓവർ ഓപ്പറേഷൻ ചെയ്ത് 1 സ്റ്റെപ്പിൽ യു വിൽ ഗെറ്റ് എ സൊല്യൂഷൻ. ജസ്റ്റ് 1 സ്റ്റെപ്പ്. ഈ പറയുന്ന സെയിം സൊല്യൂഷൻ യു വിൽ ഗെറ്റ് അണ്ടർ 1 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ മാത്സിൽ പഠിക്കേണ്ടത്, നമ്മൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഈ പറയുന്ന ഓരോ സെക്ഷൻസിലും നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്ത സബ്ജക്റ്റ്, അടുത്ത നമ്മുടെ കോർ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരുന്ന ഫൗണ്ടേഷൻ സബ്ജക്റ്റ് ആണ് ഈ പറയുന്ന നെറ്റ്വർക്ക് തിയറി. സോ വൈ നെറ്റ്വർക്ക് തിയറി? നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോണിക്സിൽ നിങ്ങൾ മിക്കവാറും സെമസ്റ്റർ 3 അല്ലെങ്കിൽ സെമസ്റ്റർ 2 പഠിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും നെറ്റ്വർക്ക് തിയറി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ബേസ്മെൻ്റ് ആണത്. ഒരു ബേസിക് സർക്യൂട്ട് ഉണ്ട്. നമ്മുടെ ബേസിക് സർക്യൂട്ട് എലമെൻറ്റ്സ് ആയ റെസിസ്റ്റർ, ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ വെച്ചിട്ട് ഒരു സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യണം. ആ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. എന്നാലേ ഇനി ഫർദറിൽ അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന അനലോഗ് സർക്യൂട്ട് പോലത്തെ സബ്ജക്ട്സിൽ ഒരു ഡയോഡിൻ്റെ ലീനിയർ അപ്രോക്സിമേഷൻ വരയ്ക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഒരു BJTയുടെ ഹൈബ്രിഡ് അനാലിസിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്മോൾ സിഗ്നൽ അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മനസ്സിലായി, ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളത് സോൾവ് ചെയ്യാൻ അറിയണ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് എന്താണ്? ഈ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഐ നോ ഒത്തിരി കുട്ടികൾക്ക് നെറ്റ്വർക്ക് തിയറി ബുദ്ധിമുട്ടാണ് നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ. പക്ഷേ അതിൻ്റെ എല്ലാം ബേസിക് റീസൺ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇല്ലാത്തതിൻ്റെയാണ്. മനസ്സിലായോ? നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങൾ ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സിലബസ് ഇപ്പോൾ തീർക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം, ടൈം റെസ്ട്രിക്ഷൻ കാരണം, ചിലപ്പോൾ ഓടിച്ചിട്ട് പഠിപ്പിക്കുന്ന കാരണം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ
സമാധാനമായിട്ടിരുന്ന് പഠിക്കാനുള്ള ആ ഒരു ടൈം കിട്ടത്തില്ല. പക്ഷേ പേടിക്കേണ്ട, നമ്മൾ ഇവിടെ ഫ്രം ദ ഫൗണ്ടേഷൻ എന്താണ് എനർജി എന്ന കോൺസെപ്റ്റ് തൊട്ടായിരിക്കും ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ഈവൻ ഇൻ ദ സെഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീർക്കും മുന്നേ തന്നെ നെറ്റ്വർക്ക് തിയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഹോൾഡ് ഓൺ, അവിടെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് സൈ. സോ ദാറ്റ് ഇസ് അബൌട്ട് അവർ നെറ്റ്വർക്ക് തിയറി. പിന്നെ ഈ നമ്മുടെ സബ്ജക്ട് ഫ്ലോയിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. കാരണം നെറ്റ്വർക്ക് തിയറി നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ട്രാൻസ്ഫോംസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. എന്താ ട്രാൻസ്ഫോം? ബേസിക്കലി നമുക്ക് ഒരു സിഗ്നൽ ഉണ്ട് അല്ലേ, ടൈം ഡൊമൈനിൽ വരയ്ക്കുന്ന എൻ്റെ ഒരു സിഗ്നലിനെ എനിക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആക്സസ് ഉണ്ട്, ഇത് ടൈമാണ്, ഇത് ഫ്രീക്വൻസിയാണ്. അതിലേക്ക് എനിക്ക് എന്ത് ചെയ്യാം? മാറ്റി വരയ്ക്കും, എനിക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാം. എന്തിനാണ് ചെയ്യുന്നത്? കാരണം ചില സിഗ്നൽസ് ഈ ടൈം ഡൊമൈനിലിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാളും ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി വളരെയധികം കുറയുന്നുണ്ട്. അങ്ങനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എയിമിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ ട്രാൻസ്ഫോംസ് അവൈലബിൾ ആണ്? ലാപ്ലാസ് ഉണ്ട് അല്ലെ, അത് നമ്മളിവിടെ പഠിക്കും, നെറ്റ്വർക്കിൽ പഠിക്കും. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് സിഗ്നൽസ് നിങ്ങൾ ബാക്കി ട്രാൻസ്ഫോംസ് എല്ലാം പഠിക്കുന്നത്. ട്രാൻസ്ഫോം ഉണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ പല ട്രാൻസ്ഫോംസ് ഉണ്ട്. അതുപോലെ ഫാസ്റ്റ് ഫൊറിയർ ട്രാൻസ്ഫോംസ് നമ്മൾ പഠിക്കും. ഈ കാറ്റഗറി എല്ലാം പഠിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ബേസിക്കലി ഒരു സിഗ്നലിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം വരുന്നത് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആൻഡ് വളരെ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കൺട്രോൾ സിസ്റ്റം. കാരണം സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് കുറച്ച് എന്താണ്, ഇറ്റ് ഈസ് കുറച്ച് സ്മോൾ ആണ്, ലൈക്ക് നോട്ട് കമ്പയർ ടു അതർ സബ്ജക്ട്. ലൈക്ക് കമ്പയർ ടു അതർ സബ്ജക്ട്സ് കുറച്ചും കൂടെ സിലബസ് കംപ്രൈസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എല്ലാം കുറച്ചും കൂടെ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കാരണം നമുക്ക് കൺട്രോൾ സിസ്റ്റം അറിയാം, നമുക്ക് ഒത്തിരി പ്ലോട്ട് ഉണ്ട്, നൈക്വിസ്റ്റ് പ്ലോട്ട് ഉണ്ട്, പോളാർ പ്ലോട്ട് ഉണ്ട്, ബോഡി പ്ലോട്ട് ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒത്തിരി പ്ലോട്ട്സ് ഉള്ളതുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഗേറ്റിൽ എപ്പോഴും നമ്മൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ് യൂസിങ് എന്താണ് നമ്മുടെ നൈക്വിസ്റ്റ് പ്ലോട്ടിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അതിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് വേണമായിരിക്കും, മനസ്സിലായോ? ആൻഡ് അതുപോലെ തന്നെ അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? ബോഡി പ്ലോട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഗെയിൻ മാർജിൻ ഫേസ് മാർജിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? അതേപോലെ ഈവൻ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം സോൾവ് ചെയ്യുന്ന ക്വസ്റ്റൻ ഇല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എത്ര സ്റ്റെപ്പാണ് നിങ്ങൾ എഴുതി സോൾവ് ചെയ്യുന്നത്. ഏറെക്കുറെ ഒരു 15 പ്രോപ്പർട്ടി റൂൾസ് നിങ്ങളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ചിട്ടായിരിക്കും ഇത് പഠിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണം. പക്ഷേ ആ റൂൾസ് ഒന്നും ഒരൊറ്റ റൂൾ പോലും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ലാണ്ട് നിങ്ങൾക്ക് ഞാനിവിടെ പഠിപ്പിച്ചു തരും. കാരണം റൂൾസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇമാജിനേഷനിൽ വരണം, നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഒരു നോഡ് ഇവിടെ മാറുന്ന സമയത്ത് ഒരു ബ്ലോക്കിൻ്റെ അപ്പുറത്ത് പോയാലാണോ ഇപ്പുറത്ത് പോയാലാണോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ റൂൾസ് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കും, മനസ്സിലായോ? ആ രീതിയിൽ പഠിച്ചാലേ ഇവിടെ നമുക്ക് ഈ 1 മിനിറ്റിനുള്ളിൽ, ഈ ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺട്രോൾ സിസ്റ്റം. ഇറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സബ്ജക്ട്. നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇതിലുള്ള മാർക്ക് കിട്ടും. ഓക്കെ, ഒരു 67 മാർക്സ് വന്നാൽ അത്ര നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത സബ്ജക്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ സർക്യൂട്ട്. സോ ദിസ് ഇസ് ഓൾസോ എന്താണ്, കുറച്ച് ഈസി സബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിന്നൊന്നും അധികം നമുക്ക് എന്ത് വരുന്നില്ല, കണക്ഷൻ വരുന്നില്ല. ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് ആണ്. പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഷൊല്ലി തിങ് ഇസ് ആൻഡ് ഇത് കുറച്ച് വാസ്റ്റ് ആണ്. കാരണം ഇതിൽ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് മാത്രമല്ല വരുന്നത്, ഇവിടെ നമ്മൾ എന്തും കൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ VLSI എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലേ, അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് മെമ്മറീസ് എന്നും പല ടൈപ്സ് ഓഫ് മെമ്മറീസ് എന്താണ്, പിന്നെ കുറച്ച് നമ്മുടെ മൈക്രോ കൺട്രോളർ ആൻഡ് മൈക്രോ പ്രോസസ്സർ പറയുന്ന സബ്ജക്റ്റ് അല്ലേ, MPMC എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല യൂണിവേഴ്സിറ്റിയിലും. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ലൈക്ക് എന്താണ്, ഒരു ചെറിയ ഒരു ALP പ്രോഗ്രാം, ഒരു അസംബ്ലി ലെവൽ പ്രോഗ്രാം തന്നിട്ട് ആ പ്രോഗ്രാമിൽ അവസാനം വരുന്ന C എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, മനസ്സിലായോ? ഇനി ഒരു അതാണ് മോസ്റ്റ് കോമൺലി കാണുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ പ്രോഗ്രാം നമ്മൾ ചെറിയ കോഡ് ആയിരിക്കും, ഒത്തിരി വലുതൊന്നുമല്ല. ഒരു ടൈമറിൻ്റെ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു പോർഷനോ അല്ലെങ്കിൽ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനോ വേണമെങ്കിൽ ആവാം. ISRകളിലൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്, ഈ പറയുന്ന ഡിജിറ്റൽ സർക്യൂട്ട്. അവിടെ ഡിജിറ്റൽ സർക്യൂട്ട്, നെറ്റ്വർക്ക്, കമ്മ്യൂണിക്കേഷൻ, ഇതാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം ദാറ്റ്. അപ്പോൾ അവിടെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസിനാണ് കേട്ടോ അത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഡിജിറ്റൽ സർക്യൂട്ട്. പിന്നെ വരുന്ന അനലോഗ് സർക്യൂട്ട്. സോ ദിസ് ഇസ് പ്യുവർ കണ്ടിന്യൂഷൻ ഫ്രം സബ്ജക്റ്റ് ആണ്, നെറ്റ്വർക്ക് തിയറി ആണ്. അപ്പോൾ അവിടെ പഠിച്ചിട്ട് നമുക്കിവിടെ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണിത്. ഇവിടെ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് എന്താണ്, ഡയോഡ്, ആംപ്ലിഫയർ ആൻഡ് ഓപ്പ് ആമ്പ്. ഈ മൂന്ന് ഡിഫറെൻറ്റ് ഡിവൈസസിൻ്റെയും അനാലിസിസ്, AC ആൻഡ് DC അനാലിസിസ്, ഹൈ ഫ്രീക്വൻസി ആൻഡ് ലോ ഫ്രീക്വൻസി അനാലിസിസ്, മിഡ് ഫ്രീക്വൻസി അനാലിസിസ് എന്താണ്, ഈ ഓരോ അനാലിസിസും ഇതിൻ്റെ റെസ്പോൺസ് എന്താണ്, ബാൻഡ്വിഡ്ത്ത് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, റെസിസ്റ്റൻസ് എന്താണ്, ഇതൊക്കെ അറിയണം. ആൻഡ് അത്യാവശ്യം കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ കാറ്റഗറിയിൽ നിന്ന് വരുന്നത്. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ.
ഓക്കെ, അപ്പോൾ സിലബസ് ഇത്രയേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് അത്യാവശ്യം അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് റിലേറ്റഡ് ടു അനലോഗ് സർക്യൂട്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ ഇലക്ട്രോണിക് ഡിവൈസും അനലോഗ് സർക്യൂട്ടും നമ്മൾ പാരലലി കൊണ്ടുപോകും. ബാക്കി എല്ലാ സബ്ജക്റ്റും വൺ ആഫ്റ്റർ ദി അതർ ആയിരിക്കും പഠിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മളിത് പാരലലി പഠിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സബ്ജക്ട്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെയിം ഡിവൈസസിനെ പറ്റിയാണ്. ഇലക്ട്രോണിക് ഡിവൈസിൽ നമുക്ക് സെമി കണ്ടക്ടർ ഉണ്ട്, ഡയോഡിനെ പറ്റി പഠിക്കും, മനസ്സിലായി, ട്രാൻസിസ്റ്ററെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലായോ, ഓപ്പൺ മാത്രം വരുന്നില്ല. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ അവിടെയും പഠിക്കുന്നത്. അപ്പോൾ വ്യത്യാസം എന്താണ്? ഇലക്ട്രോണിക് ഡിവൈസിൽ നമ്മൾ കുറച്ചും കൂടെ ഹാർഡ്വെയർ റിലേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ കരിയറിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, ആ കരിയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരും, അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കൂടുതൽ ഡീൽ ചെയ്യുന്നെങ്കിൽ അവിടെ സർക്യൂട്ട് വൈസ് അതിൽ എന്തൊക്കെ അനാലിസിസ് ആണ് ഒരു ഡി സിയും എ സിയും ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നൊരു ക്ലിയർ കട്ട് ഡിഫറൻസ് ആണ് ഈ രണ്ട് സബ്ജക്ട്സ് തമ്മിലുള്ളത്. സോ ഇറ്റ് ഇസ് നെവർ ദ സെയിം തിങ്, ഇറ്റ്സ് പ്യുവർലി രണ്ട് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. പക്ഷേ വി ആർ ഡീലിംഗ് വിത്ത് ദ സെയിം തിങ്സ്. ഒരു മോസ്ഫെറ്റിനെ പറ്റി രണ്ടിടത്തും പഠിക്കുന്നുണ്ട്, ഡയോഡിനെ പറ്റി രണ്ടിടത്തും പഠിക്കുന്നുണ്ട്. ഡയോഡിൻ്റെ ഒരു പി എൻ ജംഗ്ഷൻ, ഡയോഡിൻ്റെ ഫോർമേഷൻ ആണ് ഇലക്ട്രോണിക് ഡിവൈസ് എങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ആ ഒരു ഡയോഡ് വരുന്നില്ലേ, അതിനെ നമുക്ക് എങ്ങനെ ഒരു ഡയോഡിൻ്റെ ഒരു ലീനിയർ അപ്രോക്സിമേഷനായിട്ട് വരയ്ക്കാൻ പറ്റും, സർക്യൂട്ടായിട്ട് വരയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്, അനലോഗ് സർക്യൂട്ട് പഠിക്കുന്നത്. സോ അതാണ് ആ വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന അടുത്ത സബ്ജക്റ്റ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെയൊക്കെ നൈറ്റ്മെയർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക്സ്. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്റ്റ് ആണ് കേട്ടോ. ആക്ച്വലി എമംഗ് ഓൾ ദി സബ്ജക്ട്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റും ഓക്കെ ഇലക്ട്രോമാഗ്നറ്റിക്സ് ആണ്. ഓക്കെ, കാരണം ഞാൻ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇലക്ട്രോമാഗ്നറ്റിക്സും വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടെ റിയൽ ടൈം ആപ്ലിക്കേഷനൊക്കെ വരുന്ന രീതിയിൽ ഞാനത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക്കലി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലുണ്ട്. ഓക്കെ, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിനെ ഒരു മീഡിയം വഴി അതിന് പാസ് ചെയ്ത് പോവാം അല്ലേ. പല മീഡിയം, നമുക്ക് ഫ്രീ സ്പേസ് ഉണ്ട്, ലോസ്ലെസ് മീഡിയം ഉണ്ട്, ലോസി മീഡിയം ഉണ്ട്. ഏത് വഴി പോയാലും ഈ സിഗ്നലിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും, ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ആവും അല്ലേ. അപ്പം അതിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ വേവിനെ പാസ് ചെയ്ത് വിടാൻ വേണ്ടി നമുക്ക് പല മീഡിയംസ് ഉണ്ട്, മനസ്സിലായോ. ആ മീഡിയംസിനെ പറ്റിയാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ട്രാൻസ്മിഷൻ ലൈനും വേവ് ഗൈഡും ആൻറ്റിന എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അവസാനം നമ്മളിത് ഇവിടെ പഠിക്കാൻ പോകുന്നത് കുറച്ച് ആൻറ്റിന തിയറിയെ പറ്റിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷൻസ് എല്ലാം നമ്മൾ ഇതിന് മുന്നുള്ള സബ്ജക്ട്സിൽ നിന്ന് പഠിച്ചു വരുന്നത്. സോ ഇറ്റ് ബി ഈസി പോയി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒരു ഓർഡറിൽ നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓരോ സബ്ജക്ട്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റാണ് ഏത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. കാരണം അത് പഠിക്കാൻ ഒരു റീസൺ ഉണ്ട്. കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മാത്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അവിടെ എന്ത് പഠിക്കുന്നുണ്ട്, ഒരു ലീനിയർ ഓൾജിബ്ര സോൾവ് ചെയ്യാൻ വെക്ടർ അനാലിസിസ് അല്ലെ. ആ വെക്ടർ അനാലിസിസ് എവിടെ ആവശ്യം വരും, നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പഠിക്കുമ്പോൾ ആവശ്യം വരും. ഓക്കെ, അതുപോലെ തന്നെ മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലേ, അതിൽ പ്രോബിലിറ്റിയിൽ റാൻഡം വേരിയബിൾ, റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്, നമുക്കൊരു ട്രാൻസ്മിറ്റർ സൈഡ് ഉണ്ട് അല്ലേ, നമുക്കൊരു ചാനൽ ഉണ്ടാവും, അതുപോലെ നമുക്ക് എന്താ ഉണ്ടാവും, റിസീവർ സൈഡ് ഉണ്ടാവും അല്ലേ, ഒരു റിസീവർ സൈഡ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന സിഗ്നൽ ഒരു എന്താണ്, ഒരു അനലോഗ് സിഗ്നൽ ആവാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നലും ആവാം. സോ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സിഗ്നൽ വി ആർ ട്രാൻസ്മിറ്റിംഗ് ഇതിനെ നമ്മളൊരു അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നോ പറയും. അതാണ് നമുക്ക് ഇവിടെ വരുന്ന രണ്ട് സബ്ജക്റ്റ് കണ്ടോ, അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും. ഇനി ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സിഗ്നൽ ആണെങ്കിൽ അതിനെ നമ്മൾ 1s and 0 ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും, നമ്മൾ എൻകോഡ് ചെയ്തായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിനെ പഠിക്കുന്ന പേരാണ് നമ്മൾ ഇൻഫർമേഷൻ തിയറി ആൻഡ് കോഡിങ്. അത് അനദർ സബ്ജക്ട്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ എവിടെ നിന്നാണ് വരുന്നത്, റാൻഡം പ്രോസസ്സ്. സോ ബേസിക്കലി നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ചാനലിൽ ഇവിടെ നിന്നൊരു ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്നൊരു സിഗ്നൽ കൊടുത്തു. ചാനൽ സൈഡിൽ ഈ സിഗ്നലിൻ്റെ കൂടെ ആരും വരും, ഒരു നോയ്സും കൂടെ വരും അല്ല. എപ്പോഴും നോയ്സ് വരും, നമുക്ക് ഒരിക്കലും സെൻഡ് ചെയ്യുന്ന സിഗ്നൽ അതുപോലെ റിസീവർ സൈഡിൽ കിട്ടത്തില്ല. ഓൾവേസ് ദേ വിൽ ബി എ നോയ്സ്. പക്ഷെ ആ നോയ്സിനെ നമ്മൾ AWGN നോയ്സ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അതെന്താണെന്നറിയാമോ, AWGN നോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ഒരു ബെൽ കർവ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷനായിട്ടോ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ടോ പ്ലോട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനെന്തൊക്കെ ഉണ്ടാവും, ഒരു മീനും ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ടാവും അല്ലെ. ഇതാണ് ഒരു ഗോഷ്യൻ സിഗ്നൽ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഗോഷ്യൻ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി എന്താണ്, ഈ ഗോഷ്യൻ സിഗ്നലിലുള്ള ഓരോ ഡേറ്റയും ഇസ് റിട്രീവ്ഡ് ഫ്രം ഈ കാണിച്ചേക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷനിലെ ഓരോ പോയിന്റിലുമുള്ള ഡേറ്റ എടുത്തിട്ടാണ് ഞാനൊരു നോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് സിസ്റ്റമിന് കൊടുക്കാറുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഈ വരച്ചേക്കുന്നില്ലേ, ഇത് ഡിസ്ട്രിബ്യൂഷൻ, ഈ നമ്മൾ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നില്ലേ, ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് എന്താണ്, ദിസ് ഇസ് എ റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ്. മനസ്സിലായോ? റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ്.
ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, റാൻഡം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ എന്താണ് ഓട്ടോ കോറിലേഷൻ, എന്താണ് PST, നമ്മുടെ പവർ സ്പെക്ട്രം ഡെൻസിറ്റി എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനിൽ മനസ്സിലാവത്തുള്ളൂ, അതിൻ്റെ ബേസ്മെൻറ്റും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം 3 സബ്ജക്റ്റാണ് നിങ്ങൾ അകത്ത് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ വെയിറ്റേജ് എത്ര വരുന്നത്, 12% വരുന്നത്, 12 to 13 വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വിൽ ഡീൽ വിത്ത് ദാറ്റ് ഓൾസോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്ത് വരുന്നത്, സബ്ജക്ട്സ് വരുന്നത്. പിന്നെ അവസാനത്തെ എന്താണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൽ വരുന്ന കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് വരും, ക്വാണ്ടിറ്റേറ്റീവ് വരും, അനലിറ്റിക്കൽ വരും, സ്പേഷ്യൽ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കാറ്റഗറി ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് വരും. അത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഈ ഓർഡറിലായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ സെയിങ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഓൺ ടു അവർ ഫസ്റ്റ് സബ്ജക്ട്, ദാറ്റ് ഇസ് നെറ്റ്വർക്ക് തിയറി. അതിൻ്റെ ലെക്ചർ 1 ആണ് നമ്മൾ ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ലെക്ചർ 1 ഓഫ് നെറ്റ്വർക്ക് തിയറി. അപ്പോൾ നെറ്റ്വർക്ക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ നമ്മുടെ സിലബസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കിയേ. ആദ്യം നമ്മൾ ബേസിക്സ് ഓഫ് നെറ്റ്വർക്ക് എലമെന്റ്സ് പഠിക്കും. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ബേസിക് നെറ്റ്വർക്ക് എലമെന്റ്സ് ആയ ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇതിലെ എനർജി സ്റ്റോർഡ്, ഇതിൻ്റെ പവർ ഇക്വേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നിങ്ങൾ വിചാരിക്കും ഇറ്റ് ഇസ് എ വെരി സ്മോൾ ടോപ്പിക് അല്ലേ, വെരി ഫണ്ടമെന്റൽ അല്ലേ, പക്ഷേ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാറുണ്ട്, കുട്ടികൾ സ്റ്റക്ക് ആവാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ അവസാനം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഡു നോട്ട് എക്സ്പെക്ട് എനി ഈസി ക്വസ്റ്റ്യൻ. കാരണം ഇപ്പോഴത്തെ റീസെൻറ്റ് ഇയർ ഗേറ്റ് എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇസ് വെരി മച്ച് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ എക്സാമിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത് IISc-യിലും അതുപോലെ IIT ആ ലെവലിലുള്ള അവിടുത്തെ പ്രൊഫസേഴ്സാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും വരാൻ പോകുന്നില്ല, പ്രീവിയസ് ക്വസ്റ്റ്യനും വരാൻ പോകുന്നില്ല. പക്ഷേ യു ക്യാൻ ഓൾവേസ് നമുക്ക് നമ്മൾ ട്രെയിനിങ് തരുന്ന സമയത്ത് വി ഓൾവേസ് ഹാവ് എന്താണ്, നമുക്കൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇന്ന മോഡലിൽ ക്വസ്റ്റ്യൻ വരും നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നെവർ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം പോലെ ഒരു ക്വസ്റ്റ്യൻ ഡിറ്റോ പോലെ വരത്തില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പഠിക്കേണ്ട എന്താണ്, നോഡ് ആൻഡ് മെഷ് അനാലിസിസ്. എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൽ നമുക്ക് ബേസിക്കലി എന്തുണ്ടാവും, ഒരു സോഴ്സ് ഉണ്ടാവും അല്ലെ, ഒരു വോൾട്ടേജോ കറണ്ടോ സോഴ്സ് ഉണ്ടാവും. അത് പവർ ചെയ്യുന്നത് ഒരു സീരീസ് ഓഫ് റെസിസ്റ്ററോ കപ്പാസിറ്ററോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒരു സർക്യൂട്ട് വരാം. ഇങ്ങനെ ഒരു സർക്യൂട്ടാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെ നിന്ന് എനിക്ക് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കേസിൽ ഈ സർക്യൂട്ടിൻ്റെ ഈ റെസിസ്റ്റർ, ഇത് R1 ഇത് R2 ആണെങ്കിൽ ഈ റെസിസ്റ്റർ 2-ന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ്, VR2 എത്രയാണ്, വോൾട്ടേജ് എക്രോസ് റെസിസ്റ്റർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ ചോദിക്കുന്നത്. അല്ലെങ്കിൽ വാട്ട് ഇസ് ദ പവർ ഡിസിപ്പേറ്റഡ് ബൈ ദിസ് ബാറ്ററി, മനസ്സിലായോ, അത് എത്രയാണ്, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ കറണ്ട് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പോൾ അതിനുള്ള പല മെത്തേഡ്സ് ആണ് ഈ നോഡും മെഷ് അനാലിസിസും. സൂപ്പർ പൊസിഷൻ, തെവെനിൻസ്, നോർട്ടൺ, റെസിപ്രോസിറ്റി, വൺ മോർ തിങ് ഉണ്ട്, സിലബസിലില്ല, പക്ഷെ നമ്മൾ പഠിക്കും മിൽമാൻസ് തിയറം. അത്രയും കാര്യങ്ങൾ വെച്ച് പഠിക്കുന്നത് മനസ്സിലാവും. വൺ മോർ തിങ് സർ ഒന്നുകൂടെ ഉണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇത്രയും കാര്യങ്ങൾ അതിനെ സോൾവ് ചെയ്യുന്നത്, മനസ്സിലായോ? പിന്നെ നമ്മൾ അടുത്ത ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് എന്താണ്, ഫേസർ റെപ്രസെൻറ്റേഷൻ എന്താണ്, കോംപ്ലക്സ് പവർ എന്താണ്, AC സിഗ്നൽ കൊടുക്കുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ ടൈം ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ഓഫ് ഈ ബേസിക് സർക്യൂട്ട്സ് ലൈക്ക് RC, RL ആൻഡ് RLC. ഇതിലൊക്കെ നമുക്ക് ട്രാൻസിയന്റ് റെസ്പോൺസും ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും ഉണ്ട്. അതൊക്കെ എന്താണ്, വെരി മച്ച് എന്താണ്, കുറച്ച് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ആ റീജിയനിൽ നിന്നായിരിക്കും. കാരണം ടൈം മാറുന്ന സമയത്ത് ഈ എലമെന്റ്സിലൊക്കെ എന്ത് മാറ്റമാണ് വരുന്നത് നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം പിന്നെ വരുന്നുണ്ട്. അത് വെച്ചിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യും, ഒരു നമുക്ക് ഈവൻ കൺട്രോൾ സിസ്റ്റം സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നില്ലേ, അതിൻ്റെ ബേസിക്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതറിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം അവിടെ നമുക്ക് തരുന്ന ഒരു വലിയൊരു കൺട്രോൾ സിസ്റ്റമിനെ നമ്മൾ മോഡൽ ചെയ്ത് ഒരു ഒറ്റ മാത്തമെറ്റിക്കൽ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതാൻ പോവുകയാണ്. മനസ്സിലായോ? ആ ഒരു ഇക്വേഷൻ എഴുതേണ്ട പല ടെക്നീക്സ്, അങ്ങനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഈ മേസൺസ് ഗെയിൻ ഫോർമുല ആയാലും ബ്ലോക്ക് ഡയഗ്രം ഡിഡക്ഷൻ ആയാലും ഇതെല്ലാം നമ്മൾ അതിനെ പഠിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ആ ഒരു ഇക്വേഷനെ കിട്ടിയിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എന്താണ്, ഒരു ആപ്ലിക്കേഷൻ ഇതാ വരുന്നത്. നമുക്ക് ഏതൊരു സിസ്റ്റം ഉണ്ടെങ്കിലും ആ സിസ്റ്റമിനെ നമുക്ക് മനസ്സിലാവുന്ന ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ആരെ യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ലാപ്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ സോൾവ് ചെയ്തൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റും, ഒരു റെസ്പോൺസ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കേണ്ട അവസാനത്തെ സംഭവമാണ് 2-പോർട്ട് നെറ്റ്വർക്ക്സ്. ഒരു 2-പോർട്ട് നെറ്റ്വർക്ക് വരുമ്പോൾ അവിടുത്തെ പാരാമീറ്റേഴ്സ്, ഇംപെഡൻസ്, അഡ്മിറ്റൻസ്, അങ്ങനത്തെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. ആൻഡ് വൺ മോർ തിങ് ഞാനിവിടെ അഡീഷണലി പഠിപ്പിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് തിയറിയാണ്. ഗ്രാഫ് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നേക്കുന്ന ഒരു സർക്യൂട്ടിനെ നമുക്കൊരു ഗ്രാഫിൻ്റെ രൂപത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഗ്രാഫ്, ഈ സെയിം സർക്യൂട്ടിനെ എനിക്കിവിടെ ഗ്രാഫാക്കി വരയ്ക്കാൻ പറ്റും. ആൻഡ് കറണ്ട് ഫ്ലോനെ നമ്മൾ ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്യും. മനസ്സിലായി? ഇതൊക്കെ ഓരോ നോട്ട്സ് ആണ്, ഇതൊക്കെ ഓരോ നോട്ട്സ് വരും.
ഈ ലൈൻസ് ഒക്കെ ഓരോ ബ്രാഞ്ചാണ്. ആൻഡ് ഇതിൽ നിന്ന് എനിക്ക് ട്രൈസെറ്റ് മെട്രിക്സ് എന്താണ്, കർട്ട്സെറ്റ് മെട്രിക്സ് എന്താണ്, അങ്ങനത്തെ കുറച്ച് മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കും. ഇത് ഗേറ്റിന് ചോദിക്കത്തില്ല, ഗേറ്റിൽ മുന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവർ സിലബസിനടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് എവിടെയാണെന്ന് അറിയാവോ, നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസ്, ഇസ്രോ പോലത്തെ ബാക്കി എക്സാംസിൽ അവിടെ ഒന്നും സിലബസ് അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതൊക്കെ ചോദിക്കുന്നതാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടൈസെറ്റ് കണ്ടുപിടിക്കാനുള്ള, അതുപോലെ ഒരു 4 ഓപ്ഷൻ തരും, 4 ഡിഫറെൻറ്റ് ട്രീസ് തന്നിട്ട് ഈ പറയുന്ന ഗ്രാഫിൻ്റെ ട്രീ ഇതിൽ ഏതല്ല, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ ഇതിൽ കുറേ ടേംസ് പറയും, ട്രീ എന്നും ബ്രാഞ്ച് എന്നും നോഡ് എന്നൊക്കെ കേൾക്കും. നിങ്ങൾ ചിലപ്പോൾ പകുതി പേരും ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവത്തില്ല ബിടെക്കിൽ, കാരണം നിങ്ങളുടെ സിലബസിൽ കാണത്തില്ല. പക്ഷേ വി ഹാവ് ടു സ്റ്റഡി ദിസ്. ഓക്കെ, വിൽ ടീച്ചേഴ്സ്, നോ ഇഷ്യൂ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ട എന്താണെന്നറിയോ, നമുക്ക് കുറച്ച് DC സർക്യൂട്ട് ടേംസ് അറിയണം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ടേംസ് ഒക്കെ എന്താണ്, വളരെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. കാരണം എന്താണ്, വർക്ക് ഡൺ എന്താണ്, എനർജി, പവർ, ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പറയുന്ന മേ ബി ലൈക്ക് ഒരു 8th-ലോ 9th-ലോ ഒക്കെ സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ പഠിച്ചു തന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ഈ പറയുന്ന ടേംസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഫിസിക്കൽ ഒരു എൻറ്റിറ്റി വെച്ചിട്ടാണ്. ഒരു വണ്ടി ഇത്രയും സ്പീഡിൽ പോവാണ്, അല്ലെങ്കിൽ അതിന് ഇനീഷ്യൽ ഇത്രയും ഒരു എനർജി ഉണ്ട്, എന്നിട്ട് അത് കുറച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ആവുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്താണ്, അങ്ങനെ ഫിസിക്കൽ ഓബ്ജക്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നെറ്റ്വർക്ക് തിയറിയിൽ എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർജസ് വെച്ചിട്ടാണ്, അല്ലേ? ഒരു മൈന്യൂട്ട് ഒരു കൂളം ചാർജ് ഒരു പോയിന്റ് എ നിന്ന് വേറൊരു പോയിന്റ് ബിയിലോട്ട് പോകുമ്പോൾ അത് എത്ര എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്നത്, അത് എത്ര വർക്കാണ് ചെയ്യുന്നത്, വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ 1 കൂളം ചാർജ്, വാട്ട് ഈസ് ദി എനർജി ഡിസിപ്പേറ്റഡ് or absorbed, അല്ലെങ്കിൽ what is the energy of a 1 coulomb charge when it moves from a point A to B. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഡെഫിനിഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു കൺസിഡർ ഇറ്റ് ലൈക്ക് ദിസ്. നമുക്കിപ്പോൾ നിങ്ങളൊരു കൺസിഡർ, നിങ്ങൾക്ക് ഒരു ബോളുണ്ട്. ഓക്കെ, ദിസ് ഇസ് എ ബോളാണ്. ഈ ബോളിനെ ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ നിന്നൊരു ഫോഴ്സ് കൊടുത്തിട്ട് ഞാൻ നീക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ബോൾ എന്ത് ചെയ്യും, ഈ ബോൾ കുറച്ച് ഡിസ്റ്റൻസ് ഡി മുന്നോട്ട് നീങ്ങും. മനസ്സിലായോ? ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ബോള് ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് മുന്നോട്ട് നീങ്ങുന്നുണ്ട്, അല്ല? അപ്പം നീങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും, എ വർക്ക് ഈസ് ബീങ് ഡൺ ഓൺ ദി ബോൾ. മനസ്സിലായോ? ഈ ബോളിൽ ഒരു വർക്ക് ഈസ് ഡൺ എന്ന് നമ്മൾ പറയും. അപ്പോൾ വാട്ട് ഇസ് ദിസ് വർക്ക്? ഇപ്പം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ഒരു സ്ഥലത്ത്, വേറെ എക്സാമ്പിളാണ്, നിങ്ങൾ ഒരു പോയിന്റ് എ ടു പോയിന്റ് ബി നിങ്ങൾ നടക്കുകയാണ്. അപ്പം നടന്നെത്തുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, നിങ്ങളുടെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഫുഡിൽ നമ്മുടെ ബോഡി ഡീകമ്പോസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കെമിക്കൽ എനർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ കെമിക്കൽ എനർജി നിങ്ങൾ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, എനർജി കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് നീങ്ങി പോകുന്നത്. അപ്പം നിങ്ങൾ എന്തുണ്ടാവും, നിങ്ങളൊരു വർക്ക് അവിടെ ചെയ്യല്ലേ, അല്ലേ? സോ എനർജിയും വർക്കും രണ്ടും എന്താണ്, കോറിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി? അപ്പോൾ ഈ ബോളിനെ സംബന്ധിച്ചും ആ ബോൾ എന്ത് പറ്റി, ആ ബോൾ ഇപ്പോൾ ഇനീഷ്യലി ഇരിക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകത്തില്ലേ? കാരണം നമ്മുടെ അതൊന്നും ചെയ്യാത്ത സ്റ്റേറ്റിലാണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ളത്. അത് മൂവ് ചെയ്യുമ്പോഴേക്കും പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും, കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. കാരണം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അത് നീങ്ങുന്നുണ്ട്. സോ എപ്പോഴും ഈ ഒരു എനർജി വേറെ എനർജി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ നടന്ന കേസിലും നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽ എനർജി വാസ് കൺവേർട്ടഡ് ടു എന്താണ്, ചിലപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യും, അല്ല നമുക്ക് ചൂടെടുത്ത് സ്വെറ്റ് ചെയ്യും, അപ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് ഡിസിപ്പേറ്റ് ആയി പോകും, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു എനർജി വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ആവത്തേ ഉള്ളൂ. ബിക്കോസ് വി നോ ദ അൾട്ടിമേറ്റ് റൂൾ ദാറ്റ്, ഒരു ലോ ദാറ്റ് എനർജി ക്യാൻ നീദർ ഡിസ്ട്രോയിഡ് ബി നോ ബി ക്രിയേറ്റഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫർഡ്. മനസ്സിലായോ? അപ്പോൾ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു അക്യൂമുലേറ്റഡ് ഫോം ഓഫ് ഈ പറയുന്ന എനർജി നമ്മൾ വർക്ക് ഡൺ നമ്മൾ എന്ത് പറയും, എനർജി എന്ന് പറയും. അതായത് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് വർക്ക് ഡൺ, മനസ്സിലായത്? ഇൻറ്റഗ്രേഷൻ ഓഫ് വർക്ക് ഡൺ എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറയും, ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, എമൗണ്ട് ഓഫ് വർക്ക് ഡണ്ണിനാണ് ഞാൻ എന്ത് പറയുന്നത്, എനർജി എന്ന് എനിക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഒരു അക്യൂമുലേറ്റ് ഫോം ഓഫ് വർക്ക് ഡൺ ആണ് എനർജി. അപ്പോൾ ഇത് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ടേംസ് ആണ്, രണ്ടും നമ്മൾ ജൂൾസിലാണ് പറയുന്നത്. മനസ്സിലായോ? ഈ വർക്ക് ഡണ്ണിനെ നമ്മൾ ജൂൾസിൽ തന്നെ പറയുന്നത്, എനർജീനെ നമ്മൾ ജൂൾസിൽ തന്നെ പറയാൻ പോകുന്നത്. മനസ്സിലായോ? സോ വാട്ട് ഇസ് വർക്ക് ഡൺ? വർക്ക് ഡൺ ഇസ് ഇൻ an electrical circuit is the amount of energy required to move an electrical charge through a potential difference. ഇനി നമ്മൾ ചാർജ്, ഇതൊക്കെ ഞാൻ ഫിസിക്കൽ ടേംസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഇവിടുത്തെ ചാർജിൻ്റെ കേസിലാണെങ്കിൽ നോക്കി, ഇത് നമ്മുടെ ഒരു ചാർജാണ്. ഓക്കെ, ജസ്റ്റ് കൺസിഡർ ദാറ്റ് നമുക്ക് ലൈക്ക് ചാർജസ് ഉണ്ട്, അൺലൈക്ക് ചാർജസ് ഉണ്ട്, അല്ലേ? അപ്പോൾ 2 അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ദേ ടെൻഡ് ടു അട്രാക്ട്. പക്ഷേ 2 ലൈക്ക് ചാർജസ് ആണെങ്കിലോ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യും, ലൈക്ക് ചാർജസ് എന്ത് പറ്റും, ദേ ടെൻഡ് ടു റിപ്പൽ അവേ, അല്ലേ? അപ്പോൾ ഇവർക്കിടയിൽ ഞാനൊരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് കൊടുത്താൽ എന്ത് പറ്റും, ദേ ടെൻഡ് ടു റിപ്പൽ, അല്ലേ?
ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. അത് കാരണം ദേ ടെൻഡ് ടു റിപ്പൽ. റിപ്പൽ ചെയ്യുമ്പം ഈ ഒരു ചാർജിൽ അത് കുറച്ച് കഴിഞ്ഞ് ഈ ഒരു പൊസിഷനിൽ വരും, ഇവിടെ ഇരിക്കുന്ന ചാർജ് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ എന്ത് പറ്റി, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, കൂടുകയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാർജ് ഈ ഇരുന്ന പൊസിഷൻ എ എന്ന പൊസിഷൻ ബിയിലോട്ട് പോവുകയാണെങ്കിൽ അത് ഫിസിക്കലി നീങ്ങുകയല്ലേ, അല്ലേ, നീങ്ങുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, എ വർക്ക് ഇസ് ബീങ് ഡൺ ഓൺ ദി ചാർജ്, അല്ലേ, എ വർക്ക് ഇസ് ഡൺ ഓൺ ദി ചാർജ്. ഈ രണ്ട് ചാർജിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ഡെഫിനറ്റ്ലി നോ ദാറ്റ് വെൻ എ പാർട്ടിക്കിൾ, അത് എനി പാർട്ടിക്കിൾ ആയിക്കോട്ടെ, അതിലൊരു വർക്ക് ഡൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ എന്തുണ്ടാവും, എനർജി ഉണ്ടാവും. മനസ്സിലായോ, അതിൽ എനർജി ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. വർക്ക് ഡൺ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു മൂവ് എ ചാർജ് കാരിയർ. ഒരു ചാർജ് കാരിയറിനെ ഒരു പാർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നെക്രോസ് നീക്കാൻ വേണ്ടി എടുക്കുന്ന എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ആണ് എനർജി നമ്മൾ പറയുന്നത്. അത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നോക്കി, നമ്മൾ ഈ പറയുന്ന ചാർജിനെ ഇങ്ങോട്ട് ബി പോയിന്റിൽ നീക്കി, ഈ പറയുന്ന ചാർജിനെ ഈ ബി പോയിന്റിൽ നീക്കുമ്പോൾ ഇവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആയില്ലേ. സോ ഇവിടെ ഒരു ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കാം, ഇവിടെ ഒരു ലോ പൊട്ടൻഷ്യൽ ആവാം. ഈ ഒരു ഡിഫറൻസിന് നമ്മൾ എന്ത് പറയും, ഹൈനെ ലോയിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ദ സോ കോൾഡ് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ, രണ്ട് ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് മാറുന്നില്ലേ, അവിടെയാണ് എന്ത് വരുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നത്. മനസ്സിലായോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയുമോ, വി ഇസ് ഡിഫൈൻഡ് ആസ്, വി എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. വാട്ട് ഇസ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ചാർജില്ലേ, 1 കൂളംബ് ചാർജ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരെ പോകുന്നുണ്ട്, പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലോട്ട് പോകുന്നുണ്ട് എങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അത് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തല്ലേ പോകുന്നത്, എക്രോസ് എന്നാണ്. ഇതൊരു ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കും, ലോ പൊട്ടൻഷ്യൽ ആയിരിക്കും. ചാർജ് എപ്പോഴും ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ റീജിയനിലോട്ടായിരിക്കും പോകുന്നത്. ജസ്റ്റ് ലൈക്ക് എന്താണ് നമ്മുടെ ഫിസിക്സ്, നമ്മുടെ ബയോളജിയിൽ പഠിക്കുന്ന പ്രോസസ്സ് ഇല്ലേ, ഓസ്മോസിസ് എന്നൊക്കെ പറയുന്നത്. എപ്പോഴും കൂടുതലുള്ള ഇടത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തിലോട്ടായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നടക്കുന്നുണ്ട് അല്ലേ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്ത് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാർജ് എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിലോട്ട് പോകാൻ വേണ്ടി അതൊരു വർക്കും ചെയ്യുന്നുണ്ട്, ഓവർ എ ടൈം ആയിരിക്കും. സോ വോൾട്ടേജ് ഇസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ, ഓക്കെ, ദ W joules ഓഫ് വർക്ക് ഡൺ ഓവർ എ ടൈം T ഇൻ സെക്കൻഡ്സ് മേ ബി. അതായിരിക്കും വോൾട്ടേജിന് നമ്മൾ പ്യുവർ ഫോമിൽ, റോ ഫോമിൽ ഡിഫൈൻ ചെയ്യുന്നത്. സെയിം വേ കറണ്ട് എന്താണെന്ന് അറിയാവോ? കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതുവഴി കുറേ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയും, ഇതാണ് നമ്മുടെ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ കറണ്ടിനെ മാർക്ക് ചെയ്യുന്നത് കറണ്ടായി. അപ്പോൾ ഓവർ എ പാർട്ടിക്കുലർ ടൈം ടി എന്ന് പറയുന്ന ഒരു ടൈമിനുള്ളിൽ എത്ര നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് ഇതുവഴി മൂവ് ചെയ്യുന്നത്, ആ ഒരു ടൈം വിൻഡോക്കകത്ത് കൂടെ എത്ര കൂളംസ് ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു ടേമാണ് ഐ. സോ ഐ ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്, എന്താണ് ഒരു ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് ക്യൂ, അതാണ് ഡി ക്യൂ എന്ന് വെച്ചാൽ ഒരു ചെറിയ പാർട്ട് ഓഫ് ക്യൂ ബൈ ഡി ടി. മനസ്സിലായോ, ടി നമ്പർ ഓഫ് ടൈമിൽ എത്ര ചാർജ് കാരിയേഴ്സ് പോകുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി, അതും ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ക്യൂ ബൈ സ്മോൾ എമൗണ്ട് ഓഫ് ടി. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ക്യൂ ബൈ ടി എന്ന് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ കറണ്ടിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഓൾസോ ദ ബേസിക് റോ ഫോം ഓഫ് കറണ്ട് ഇക്വേഷൻ. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ആ പവറിനും പറയാൻ പറ്റും. വർക്ക് ഡൺ നമ്മൾ പറഞ്ഞില്ലേ, വർക്ക് ഡൺ എന്തായിരുന്നു, വർക്ക് ഡൺ എന്ന് പറയുന്നത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് W വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. കാരണം ഇവിടെ ബോളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഒരു ബോളിന് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡി ഡിസ്റ്റൻസ് നീങ്ങിയില്ലേ, അപ്പം വർക്ക് ഇസ് ബീങ് ഡൺ ഓൺ ദാറ്റ് ബോൾ. അപ്പം അതുകൊണ്ട് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പം ഇത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ബേസിക് ഇക്വേഷൻ അല്ലേ വർക്ക് ഡണിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അനദർ ഡെഫിനിഷൻ എന്ത് പറയാൻ പറ്റും, നമ്മുടെ വോൾട്ടേജ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിത് ഇവിടുത്തെ കേസിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, വോൾട്ടേജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തത്, വോൾട്ടേജിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, വോൾട്ടേജ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് W joules ഓഫ് എനർജി ഡിവൈഡഡ് ബൈ Q coulombs ഓഫ് ചാർജ്. അതെങ്ങനെ ഡിഫൈൻ ചെയ്തേ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് ചാർജ് കാരിയറും ഇവിടെ നിന്ന് ഈ പോയിന്റിലോട്ട് പോയി, ഇവിടെ നിന്ന് ഈ പോയിന്റിലോട്ട് പോയി ബൈ എ ഡിസ്റ്റൻസ് ഡി. അതായത് അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി ക്രിയേറ്റ് ആയില്ലേ. മനസ്സിലായോ, അങ്ങനെ ക്രിയേറ്റ് ആയപ്പോൾ ഈ ചാർജ് രണ്ടും അതിന് ഇനീഷ്യലി നിന്ന് ഫൈനൽ പൊസിഷനിലോട്ട് മാറിപ്പോയപ്പോഴല്ലേ സംഭവിച്ചത്. അപ്പം അതൊരു വർക്ക് ചെയ്തിട്ടല്ലേ മാറിപ്പോയത്
അല്ലേ? അപ്പോൾ നമുക്ക് വോൾട്ടേജിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എങ്ങനെ പറയാം? W joules ഓഫ് എനർജി അല്ലെങ്കിൽ W joules ഓഫ് വർക്ക് ഡൺ ബൈ ദീസ് Q നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. എത്ര Q നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഉണ്ടോ ആ എല്ലാ കാരിയേഴ്സിലും എത്രമാത്രം വർക്കാണോ നടന്നിരിക്കുന്നത് ടു മൂവ് ഓവർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ഒരു ടേമിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ദാറ്റ് ഇസ് വൈ V ഈക്വൽ ടു W/Q നമ്മൾ പറയാറുള്ളത്. സോ ദിസ് ഇസ് ഓൾസോ ഇക്വേഷൻ ടു ബി നോട്ടഡ് ഡൗൺ. അല്ലെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എങ്ങനെ പറയാം? V into Q എന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ദിസ് ഇസ് ഓൾസോ an equation for energy. സോറി, വർക്ക് ഡൺ. സി വർക്ക് ഡൺ ഇസ് ഓൾസോ ഡിഫൈൻഡ് ആസ് V into Q എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ടേം നോക്കേ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്താണെന്ന് മനസ്സിലായി അല്ലേ? ആൻഡ് എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു പെർഫോം വർക്കാണ് എനർജി എന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് പവർ? See, power is also interesting because see, power equation നമ്മൾ മനസ്സിലാവും. See, rate at which work is done അല്ലെങ്കിൽ rate at which energy is transferred or consumed അല്ലെങ്കിൽ it is being dissipated. മനസ്സിലായോ? എന്ന് വെച്ചാൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൈം റേറ്റ് ആണ് കേട്ടോ. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജിയാണ് പവർ എന്ന് പറയുമ്പോൾ എനിക്ക് ബൈ ഡെഫിനേഷൻ ഇങ്ങനെ പറയാം. സി പവർ വിൽ ബി ഈക്വൽ ടു റേറ്റ്, ടൈം റേറ്റ് എന്ന് പറയുമ്പോൾ d/dt എന്നാണ് വരുന്നത്. d/dt ഓഫ് നമ്മൾ വർക്ക് ഡൺ എങ്ങനെ പറയുന്നത്? W എന്ന് പറയും അല്ലേ? വർക്ക് ഡൺ എന്ന് പറയും. dW/dt ആണ് എന്ത് പറയുന്നത്? പവർ. ഈ W എന്ന് പറയുന്ന വർക്ക് ഡണും എനർജിയും രണ്ടും നമുക്ക് കോറിലേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം സമ്മേഷൻ ഓഫ് വർക്ക് ഡൺ ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജീസ് പവർ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P ഈക്വൽ ടു dW/dt ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് W joules ഓഫ് എനർജി എന്ന് പറയാലോ. W joules ഓഫ് എനർജി വിച്ച് ഇസ് ഡിസിപ്പേറ്റഡ് ഓർ കൺസ്യൂംഡ്. ഡിസിപ്പേറ്റ് ചെയ്യാം, കൺസ്യൂം ചെയ്യാം അല്ലേ? ഓവർ എ ടൈം പീരീഡ്. അതാണ് പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, സോ ദോസ് ആർ ദി ടേംസ് യു ഹാവ് ടു സ്റ്റഡി. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ അല്ലേ പവർ ഈക്വൽ ടു dW/dt എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതിപ്പം ഒന്ന് അങ്ങോട്ട് കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കിയാലോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P into dt will be equal to dW എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താലോ. ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് P into dt ഈക്വൽ ടു എന്ത് കിട്ടി? ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും മ്യൂച്വലി ക്യാൻസൽ ഔട്ട് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് dW എന്ത് കിട്ടും? W എന്ന് തന്നെ കിട്ടും. ആൻഡ് വാട്ട് ഇസ് W? ഇറ്റ് ഇസ് എനർജി അല്ലേ? സോ വി ഗോട്ട് ദാറ്റ് എനർജി വാസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ഇൻ്റഗ്രൽ ഓഫ് പവർ എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് പവർ ആണ് എനർജി എന്ന് പറയുന്നത്. അതർവൈസ് dW/dt എന്ന് പറയുന്നത് പവറുമാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണില്ലേ, അപ്പോൾ ഫോണിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ബാറ്ററി നമ്മളിപ്പം ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ അതെന്തെയും ചാർജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓവർ ടൈം എന്ത് കഴിയും? നമ്മൾ ഈ ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ചാർജ് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ആ ഒരു സൈക്കിളല്ലേ സംഭവിക്കുന്നത്. ഇവിടെ നോക്കിയേ നിങ്ങൾ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ആ ഫോണിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിളാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കുന്നുണ്ട്? ഇനീഷ്യൽ സമയത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എനർജി ഓഫ് ഫോണാണ് വരയ്ക്കുന്നത്. എനർജി ഓഫ് നമ്മുടെ ഫോൺ. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നുണ്ട്? എനർജി കൂടുന്നുണ്ട് അല്ല, ഇതാണ് ആ സൈക്കിൾ. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? എനർജി കുറയുന്നുണ്ട്. പിന്നെ എനർജി കൂടും കുറയും, അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് എനർജി ഫ്ലോട്ടാണ്. അപ്പോൾ ഇതിൽ ഓവർ എ പെർട്ടിക്കുലർ ടൈം dt, മനസ്സിലായി? dt എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി അല്ലേ അത് ആ ഡിവൈസിൽ ഉണ്ടാവുന്നത്. കൺസ്യൂം ചെയ്യുകയോ ഡിസിപ്പേറ്റ് ചെയ്യുകയോ എന്തോ ആയിക്കോട്ടെ അല്ലെ, ചാർജ് ആവുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഈ dt എന്ന് പറയുന്ന ടൈം പീരീഡിൽ ഈ dW എന്ന് പറയുന്ന എനർജി അല്ലേ അവിടെ ഉണ്ടാവുന്നത് അല്ലേ, ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി, ആ ഒരു dW ചാർജ് ഇൻ dt ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ചിന്തിക്കാം. അതാണ് നമ്മൾ dW/dt എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞത്. ഇനി നമ്മൾ പറയാണ് നമുക്ക് തിരിച്ച് ചിന്തിക്കാം. അതായത് ഇതേപോലെ ഒത്തിരി കുഞ്ഞു ബാൻഡ്സിലുള്ള എനർജി ഉണ്ട് അല്ലേ, ഒത്തിരി കുഞ്ഞു ഇതിപ്പോൾ dt1 dt2 എന്ന് പറഞ്ഞാൽ ഒത്തിരി കുഞ്ഞു ടൈം പീരീഡിലുള്ള എല്ലാ എനർജീനെയും കൂടെ ഞാൻ എടുത്തിട്ട് കമ്പൈൻ ചെയ്യാണ്. മനസ്സിലായോ? കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് എന്താണ്? ഇൻ്റഗ്രേഷൻ അല്ലേ. നമ്മൾ അതിനെ എന്ത് പറയുന്നത്? ഇങ്ങനെ പറയുന്നുണ്ടോ? എനർജി എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ്? ഇൻ്റഗ്രേഷൻ ഓഫ് ഓൾ പവർ ആണ്. കാരണം ഈ ഒരു ബാൻഡ് നമ്മൾ വരച്ചില്ലേ, ഈ dW/dt എന്ന് പറയുന്നത് എന്താണ്? അതൊരു പവർ അല്ലേ, P1 ആണ്.
ഈ ബാൻഡിൽ പവർ P2 കിട്ടും. അങ്ങനെ ഒത്തിരി നമുക്ക് പവർ കിട്ടും. ഈ എല്ലാ പവറിനെയും കൂടെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുന്നതല്ലേ ഈക്വലന്റ് ടു ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് അഡീഷൻ ആണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇന്റഗ്രൽ ഓഫ് P into dt എന്ന് പറയുന്നത് നമ്മൾ എനർജി ആയിട്ട് പറയുന്നത്. മീനിങ് എങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ രീതിയിൽ ഓർത്ത് വെച്ചാൽ മറക്കത്തില്ല. ഇനി അപ്പോൾ അത്രയാണ് നമ്മുടെ ബേസിക് ടേംസ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് ബേസിക് ടെർമിനോളജീസ് ആണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താണ് ബേസിക് ടെർമിനോളജി വരുമ്പോൾ ഫസ്റ്റ് തിങ് എന്താണ് നമുക്കൊരു സർക്യൂട്ട് വരുന്നത്. നമ്മൾ നെറ്റ്വർക്ക് തിയറിയിൽ പഠിക്കാൻ പോകുന്നത് ബേസിക്കലി എന്താണ് സർക്യൂട്ട് എലമെന്റ്സ് വെച്ചിട്ടുള്ള ഒരു പ്ലേ ആണ് അല്ലേ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എപ്പോഴും നമുക്കൊരു സോഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്കൊരു ബാറ്ററി സോഴ്സ് ഉണ്ടാവും. ഈ ബാറ്ററി സോഴ്സ് വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം. ഇതിലേതാണെങ്കിലും ഈ ഡിവൈസാണ് ഈ എൻറ്റയർ സർക്യൂട്ടിനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ചാർജ് അപ്പ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ സർക്യൂട്ട് എപ്പോഴും ക്ലോസ്ഡ് ആണ്. അങ്ങോട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയാലേ അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇതുപോലെ ഓപ്പൺ ആയിരിക്കുകയാണെങ്കിൽ കറണ്ട് പോകത്തില്ല അതുവഴി. ഇവിടെ ഡെഫിനറ്റ്ലി ക്ലോസ്ഡ് ആണ്. അതാണ് നെറ്റ്വർക്കും ഒരു സർക്യൂട്ട് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നെറ്റ്വർക്ക് ക്ലോസ്ഡ് ആണെന്ന് നിർബന്ധമില്ല, പക്ഷേ സർക്യൂട്ട് ഡെഫിനറ്റ്ലി ഷുഡ് ബി ക്ലോസ്ഡ്. ഓക്കെ. ഇനി ഈ സോഴ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ സോഴ്സ് എപ്പോഴും എന്താ ചെയ്യുന്നത്, ഇറ്റ് ഡെലിവേഴ്സ് പവർ ഡെലിവർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊടുക്കുന്ന സാധനമാണ് ഈ വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന പവർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മുടെ RLC എന്ന് പറഞ്ഞ എലമെന്റ്സ്. റെസിസ്റ്റർ ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് കാരണം ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഈ വോൾട്ടേജ് സോഴ്സ് കാരണം ഇവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ബിക്കോസ് എന്താണ് ഓംസ് ലോ നമുക്കറിയാം. ഓംസ് ലോ ഇസ് വെരി ബേസിക് ആണ്. എന്താ പറയുന്നത്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, ഫ്രം പോയിന്റ് A to point B അല്ലേ. അപ്പോൾ അതുവഴി ഒരു കറണ്ടായി ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയോ. ആൻഡ് വി നോ ദാറ്റ് കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഒരു ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലോട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഹൈ പൊട്ടൻഷ്യലും ഇവിടെ ലോ പൊട്ടൻഷ്യൽ ആയാൽ മാത്രമേ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ആവുന്നതുകൊണ്ടല്ലേ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എന്ത് പറയാം, V എന്ന് പറയാം. ആൻഡ് ഇങ്ങനെ ഉണ്ടാവുന്ന വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുമ്പോൾ R into I എന്ന് വരുന്നുണ്ട്. R is a റെസിസ്റ്റൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഓംസ് ലോ. വി നോ ദിസ് അല്ലേ. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഇത് ഇവിടെ പറയുന്നത് അല്ലേ. സോ വി ഓൾവേസ് നോ ദാറ്റ് ഒരു വോൾട്ടേജ് ഉണ്ടാവുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കറണ്ട് ഉണ്ടാവും, കറണ്ട് ഉണ്ടാവുന്നെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാനൊരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന കാരണം ഇതിന് അക്രോസ് എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടാണ് ഈ പറയുന്ന എല്ലാ ഡിവൈസസും വഴി കറങ്ങി തിരിച്ചിങ്ങോട്ട് വരും അല്ലെ. ഇവിടെ ഒരു സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി ഒരു സിംഗിൾ ഡെലിവറി ചെയ്യും അല്ലെ. സോഴ്സ് തുടങ്ങി സിംഗിളോട്ട് കറങ്ങി വരും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഓരോ എലമെന്റ്സിൻ്റെയും പർപ്പസ് എന്താണ്, റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്, റെസിസ്റ്റർ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് റെസിസ്റ്റൻസ് അല്ലേ. എന്ന് വെച്ചാൽ ഈ കറണ്ടിൻ്റെ ഫ്ലോയിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റെസിസ്റ്റൻസ്. അതൊരു ഡിവൈസ് ആണല്ലേ, നമ്മൾ റെസിസ്റ്റർ എന്ന് പറയും. ആ ഡിവൈസിൻ്റെ റെസിസ്റ്ററിൻ്റെ കളർ ബാൻഡിങ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ പിന്നെ എന്താണ് ഇൻഡക്ടറും കപ്പാസിറ്ററും. സി ദീസ് ബോത്ത് ആർ കോൾഡ് ആസ് എന്താണ് ചാർജ് സ്റ്റോറിങ് ഡിവൈസസ് ആണ്. നമ്പർ ഓഫ് കൂളംസ് ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഈ L-ഉം C-ന്നും പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്. സോ ബേസിക്കലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ RLC എന്ന് പറഞ്ഞ എലമെന്റ്സ് പറഞ്ഞു. ഇതിനൊക്കെ ആക്ച്വലി ഒരു കാറ്റഗറി ഉണ്ട്. എന്താണെന്നറിയാവോ, നമ്മൾ ആദ്യം ഇപ്പോൾ പറഞ്ഞ കാറ്റഗറി എന്താണ്, പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ട്, പവർ അബ്സോർബ് ചെയ്യുന്ന എലമെന്റ്സ് ഉണ്ട്. സെക്കൻഡ് കാറ്റഗറിയാണ് നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, അത് പവർ കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അവരെന്ത് പറയും, ആക്റ്റീവ് ഡിവൈസസ് വിച്ച് കൻ ആക്ച്വലി മാനിപ്പുലേറ്റ് ദ ഇൻപുട്ട് സിഗ്നൽ, അതിനാണ് ആക്റ്റീവ് ഡിവൈസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ പാസീവ് ഡിവൈസസ് എന്താണ്, ആക്റ്റീവ് ഡിവൈസിൻ്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുന്നത് ഒരു മൈക്രോ പ്രോസസ്സർ, ഒരു ഓപാം, ഡയോഡ്, ട്രാൻസിസ്റ്റർ, IC ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്, വോൾട്ടേജ് റെഗുലേറ്റർ, സ്വിച്ച്, ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് LED. ഇതൊക്കെ അതിന് ഇൻപുട്ടിൽ വരുന്ന ഡിവൈസ് ആ ഒരു സിഗ്നലിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഡിവൈസസ് ആണ്. വൈൽ അതിൻ്റെ നമ്മുടെ ഈ പറയുന്ന പാസീവ് കോമ്പണൻസ് എന്താണ്, ഈ RLC പോലെ അതിനെന്താണ് ചാർജ് സ്റ്റോറിങ് കപ്പാസിറ്റി ഉള്ളത്, അതിൻ്റെ ഇൻപുട്ട് സിഗ്നലിനെ മാറ്റാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. മനസ്സിലായോ? ആൻഡ് ദീസ് കമ്പോണൻസ് ആക്ച്വലി എന്താണ് അബ്സോർബ് ദി പവർ. മനസ്സിലായോ? അത് പവർ അബ്സോർബാണ് ചെയ്യുന്നത്. ആ ഡിവൈസസ് ആണ് ഈ പറയുന്ന പാസീവ് ഡിവൈസസ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എന്താ നമ്മൾ പറയുന്നത്, കണ്ടോ ഈ കാണുന്ന റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ദ വെരി ഫേമസ് 3 പാസീവ് കോമ്പണൻസ്. അപ്പോൾ ഇതിൽ ഓരോ കോമ്പണൻസിനെ പറ്റിയാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കേണ്ടത്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്താണ് നമുക്ക് വരുന്നത്, ഫസ്റ്റ് വൺ ഇസ് യുവർ റെസിസ്റ്റർ. സോ വി നോ ദാറ്റ് അല്ലേ. ഇപ്പോൾ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഇക്വേഷൻ പറഞ്ഞില്ലേ, ഓംസിൽ വെച്ചിട്ട് R ഈക്വൽ ടു എങ്ങനെ പറയാൻ പറ്റും, V/I എന്ന് പറയാൻ പറ്റും. യൂണിറ്റ് എന്താണ്, ഇസ് ഓംസ് ആണ്. ഓംസ് നമ്മൾ പറയാറുണ്ട്. സിമ്പിൾ ഇതാണ്, ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ സപ്പോസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഇൻഡക്ടർ ഉണ്ട്, നമുക്കൊരു ഒരു കണ്ടക്ടർ ഉണ്ട്. ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള കണ്ടക്ടറാണ്, ഓവർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്.
ഇത് നമ്മളൊരു ഇക്വേഷൻ എഴുതി അല്ലേ, ഈ ഇക്വേഷൻ എഴുതിയത്. സപ്പോസ് യു ഹാവ് ദ സെയിം തിങ് വിചാരിച്ചു. ആൻഡ് ഈ പറയുന്ന ഈ വയറിൻ്റെ ലെങ്ത് എല്ലാണ്. ആൻഡ് ഈ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് റോ എന്ന് വിചാരിച്ചു. ദിസ് ഇസ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ കോൾഡ് ആസ് ദ റെസിസ്റ്റിവിറ്റി എന്ന് വിചാരിച്ചു. എന്നാൽ ആൻഡ് ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെന്ന് വിചാരിച്ചു. എന്നാൽ ഈ റെസിസ്റ്റൻസിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ? റോ ഇൻറ്റു എൽ ബൈ എ എന്നും പറയാൻ പറ്റും. ഈ റെസിസ്റ്ററിൻ്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സായ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടെ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഇക്വേഷനാണ് ആർ ഈക്വൽ ടു റോ എൽ ബൈ എ. ഓക്കെ, അതുപോലെ അതിൽ ആ റെസിസ്റ്റർ വഴി ഈ റെസിസ്റ്റർ ഉണ്ടോ ഈ ബി പോയിന്റ്സിൻ്റെ ഇടയ്ക്കുള്ള അതുവഴി പാസ് ചെയ്യുന്ന കറണ്ടും അതിൻ്റെ വോൾട്ടേജ് ഡിഫറൻസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ആർ ഈക്വൽ ടു വി ബൈ ഐ. മനസ്സിലായോ? അപ്പോൾ അത്രയാണ് ഇക്വേഷൻസ് വരുന്നത്. അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് പറയുന്ന ആർ ടേം ഇല്ലേ, ദാറ്റ് ഈസ് എബിലിറ്റി ഓഫ് റെസിസ്റ്റർ ടു ഒപ്പോസ് കറണ്ട് അല്ലേ, അതിൻ്റെ ഇൻവേർട്ടഡ് ഫോം 1/G. മനസ്സിലായോ? ദ ഇൻവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് പറയും? കണ്ടക്ടൻസ് എന്ന് പറയും. മനസ്സിലായി? സോ G ഈസ് ഇക്വൽ ടു 1/R ഇസ് ദ ടേം കണ്ടക്ടൻസ്. അതിൻ്റെ മീനിങ് എന്താണ്? നേരെ ഓപ്പോസിറ്റ് എന്താണ്? നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. അതായത് എത്രമാത്രം കറണ്ടാണോ ഒരു കണ്ടക്ടർ വഴി പാസ് ചെയ്യുന്നത് അതായിരിക്കും കണ്ടക്ടൻസ്. സോ R കൂടുമ്പോൾ G എന്ത് പറ്റും? കുറയും. അതാണ് റിലേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് അബൌട്ട് റെസിസ്റ്റർ. ഇനി നെക്സ്റ്റ് എലമെന്റ് എന്താണ്? വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇൻഡക്ടർ. വാട്ട് ഇസ് എൻ ഇൻഡക്ടർ? ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ ബേസിക്കലി കണ്ടാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു A to B പോയിന്റ് ഉണ്ടാകും, അവർക്കിടയിൽ കുറേ കോയിൽസ് വരും. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, ഒരു റോഡ് ഉണ്ടാവും. ആ റോഡിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കോയിൽസിനെ നമ്മളിങ്ങനെ ചുറ്റി വയ്ക്കും. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും ഇൻഡക്ടർ ഇരിക്കുന്നത്. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമ്മൾ n നമ്പർ ഓഫ് ടേൺസ് ഒരു കോയിലിനെ ചുറ്റി ഇങ്ങനെ വെച്ചേക്കും. ദിസ് ഫോംസ് എൻ ഇൻഡക്ടർ. മനസ്സിലായി? ഇവിടെ ഉണ്ടാകുന്നൊരു പാരാമീറ്ററാണ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. സോ ഇൻഡക്ടർ ഇസ് എ പാസീവ് എലമെന്റ് യൂസ് ടു സ്റ്റോർ എനർജി ഇൻ ഇറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്? ആ ഇൻഡക്ടറിൽ ഉണ്ടാവുന്ന എക്സസ് എനർജി അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും, ഇവിടെ പെട്ടെന്ന് എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വന്നേ, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എനർജി സ്റ്റോർ ആവുന്നത്, ഇവിടെ എന്ത് എക്സസ് എനർജിയാണ് വരുന്നത്? അപ്പോൾ അത് മനസ്സിലാക്കണമേ നിങ്ങൾ ഒരു ഇൻഡക്ടർ സർക്യൂട്ട് ആയിട്ട് വിചാരിച്ചു. സി ദിസ് ഇസ് യുവർ ഇൻഡക്ടർ ആൻഡ് ഇറ്റ് ഇസ് പവേർഡ് ബൈ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. ഈ സോഴ്സ് കാരണം ഒരു കറണ്ട് ഐയും ഫോം ആവുമല്ലോ ഓംസ് ലോ വെച്ച്. ഡെഫിനറ്റ്ലി ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യും? ഇത് നേരെ ഈ ഇൻഡക്ടറിൻ്റെ കോയിൽ വഴി പാസ് ചെയ്യുന്നുണ്ട്. സി ഈ ഇൻഡക്ടറിൽ നടക്കുന്നൊരു സംഭവമാണ് സംതിങ് കോൾഡ് ആസ് എ ലെൻസസ് ലോ. എന്താ ലെൻസസ് ലോ എന്നറിയാമോ? ഈ ഒരു പേന നോക്കി നിങ്ങൾ, ഈ പേന വഴി ഇത് ഈ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. മനസ്സിലായി? ഈ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ആണ്. എന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ എൻ്റെ തമ്പിൻ്റെ ഈ ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എൻ്റെ ബാക്കിയുള്ള വിരലില്ലേ, അതിനെ ഞാൻ എറൗണ്ട് ദിസ് പെൻ ഇങ്ങനെ ചുറ്റി വയ്ക്കുകയാണെങ്കിൽ മീനിങ് എന്താണ്? ഈ കറണ്ട് ഈ ഡയറക്ഷനാണ് പോകുന്നതെങ്കിൽ ഈ എൻ്റെ വിരൽ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിനാണ്. എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സറൗണ്ടിങ് ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് ചുറ്റിലും ഇങ്ങനെയായിരിക്കും പോകുന്നത്. അതാണ് ഇൻഡക്ടറിൽ സംഭവിക്കുന്നത്. ഈ ഇൻഡക്ടറിൻ്റെ കോയിൽ വഴി ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ എക്രോസ് ദിസ് ഇങ്ങനത്തെ ഈ രീതിയിൽ എന്ത് പറ്റുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് H എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ H വെക്ടർ H ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയോ. സി വി നോ ദാറ്റ് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നത്? P ഈക്വൽ ടു V ഇൻറ്റു I എന്നാണ് നമുക്ക് അറിയാവുന്നത്. പവറിൻ്റെ ഇക്വേഷൻ വരുന്നതാണല്ലോ. ഇനി സി ആലോചിക്കുക, ഈ കറണ്ട് ഇവിടെ നിന്ന് വരുന്ന ഈ കറണ്ട് അല്ലേ I അല്ലേ, ഈ കറണ്ട് സഡൻലി കൂടുകയെന്ന് വിചാരിച്ചോ. ഓക്കെ, സഡൻലി ദർ ഇസ് ആൻ ഇൻക്രിമെൻറ്റ് ഇൻ കറണ്ട്. അപ്പോൾ സഡൻ ഇൻക്രിമെൻറ്റ് ഇൻ കറണ്ട് വന്നാൽ P ഈക്വൽ ടു V ഇൻറ്റു I ആയതുകൊണ്ട് പവർ കൂടത്തില്ലേ, അല്ലേ? ആൻഡ് വി നോ ബൈ ദ റിലേഷൻ ദാറ്റ് പവർ ഇസ് ഈക്വൽ ടു എന്താണ്? dW/dt റിലേഷൻ എനിക്കറിയാം, അല്ലേ? D എനർജി ബൈ dt ആണ്. അപ്പോൾ അതുകൊണ്ട് പവർ കൂടിയാൽ ഓട്ടോമാറ്റിക്കലി എനർജി കൂടത്തില്ലേ? സോ ദിസ് ഇസ് സൈക്കിൾ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കറണ്ട് കൂടിയത് കൊണ്ട് ഡെഫിനറ്റ്ലി വാട്ട് ഹാപ്പൻസ്? ഇവിടുത്തെ എനർജി കൂടും. അപ്പോൾ ഇവിടെ സഡൻ ഇൻക്രീസ് ഇൻ എനർജി വന്നാൽ, സഡൻ എനർജി ഇൻക്രീസ് ഇൻ കറണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? സഡൻലി ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സസ് എനർജി വന്നു. അപ്പോൾ ആ എക്സസ് എനർജി സർക്യൂട്ട് എന്ത് ചെയ്യും? അത് നേരെ കൊണ്ടുവന്ന് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, പക്ഷേ ദർ ഇസ് അനദർ പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിൽ പറയുമ്പം ഇൻഡക്ടർ വിൽ ഓൾവേസ് ഒപ്പോസ് എനി സഡൻ ചേഞ്ച് ഇൻ കറണ്ട് എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കണേ.
We can say that inductor opposes any sudden change in കറണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ സഡൻ ഒരു ഇൻക്രീസ് ഇൻ കറണ്ട് ഉണ്ടായപ്പോഴല്ലേ ഈ എനർജി സംഭവിച്ചത്. പക്ഷേ ഇൻഡക്ടർ എന്ത് ചെയ്യും? നമ്മൾ സഡൻ ഇൻക്രീസ് ഇൻ കറണ്ട്, അതായത് കറണ്ട് പെട്ടെന്ന് അങ്ങ് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിച്ചു. ഇത് ഇവിടെ നടക്കുന്ന പോലെ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, കറണ്ടിൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ കറണ്ട് സഡൻലി ഇൻക്രീസ് ചെയ്തു. ഓക്കെ, സഡൻലി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഇൻഡക്ടർ ഒരു പോസിറ്റീവ് EMF ഇൻഡ്യൂസ് ചെയ്യും, സച്ച് ദാറ്റ് ഈ ഇൻക്രിമെൻ്റ് ഇൻ കറണ്ടിനെ അത് ഒപ്പോസ് ചെയ്ത് നോർമലൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇഫ് ദർ ഇസ് എ സഡൻ ഡിക്രീസ് ഇൻ കറണ്ട് ആയാലും ഇൻഡക്ടർ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് EMFനെ ഇൻഡ്യൂസ് ചെയ്യും, ഒരു കൗണ്ടറാക്ട് ചെയ്യുന്നതിനെ കൊണ്ടുവന്നിട്ട് എന്ത് പറ്റും? ഈ ഇൻക്രിമെൻറ്റ്, ആ ഡിക്രിമെൻറ്റിനെയും നമ്മൾ നോർമലൈസ് ചെയ്ത് നോർമൽ റേറ്റിലോട്ട് കൊണ്ടുവരണം. സോ ഇൻക്രീസ് ആയാലും ഡിക്രീസ് ആയാലും ഇതെന്ത് പറ്റും? നോർമലൈസ് ചെയ്യും. സോ അതുകൊണ്ടാണ് സഡൻ ചേഞ്ച് ഇൻ കറണ്ടിനെ എന്ത് പറ്റുന്നുണ്ട്? ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യും യൂസിങ് ഈ ബാക്ക് EMF ആൻഡ് പോസിറ്റീവ് EMF ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് എന്താണ് നമ്മുടെ ഈ ഒരു ഇൻഡക്ടർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് ലെൻസസ് ലോ, എങ്ങനെയാണ് ഇവിടെ ഈ ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ഒപ്പോസിങ് കറണ്ട് എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആ എക്സസ് കറണ്ട് ഉണ്ടാകുന്ന സമയത്ത് എനർജി ഫോം ആവുന്നുണ്ട്, ആ എനർജി മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് സ്റ്റോർ ആവുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇവിടെ. ഇനി ഈ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ കേസിൽ ആ റെസിസ്റ്ററിൻ്റെ ഫിസിക്കൽ പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോപ്പർ അതിനൊരു ഇക്വേഷൻ പറഞ്ഞില്ലേ, റോയൽ ബൈ. അതുപോലെ ഇവിടെ ഇൻഡക്ടറിനുണ്ട് L = μ × n² A/L എന്നാണ് പറയുന്നത്. ഇതെന്താണെന്നറിയോ? മ്യൂ ഇസ് കോൾഡ് ആസ് എ പെർമിറ്റിവിറ്റി. മനസ്സിലായിട്ട്? ഇസ് എ പെർമിറ്റിവിറ്റി. N ഇസ് ദ നമ്പർ ഓഫ് ടേൺസ്, A ഇസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L ഇസ് ദ ലെങ്ത് ഓഫ് ദ കോയിൽ യൂസ്. ഈ കോയിലിൻ്റെ ലെങ്ത് ആണ് വരുന്നത്. ഈ മ്യൂ മാത്രമാണ് നമ്മൾ μ0 × μr എന്ന് പറയും. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും ആബ്സലൂട്ട് പെർമിയബിലിറ്റി എന്നും പറയും മ്യൂ. ഇതിനൊരു ഷോർട്ട് ഫോമുല ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് കേട്ടോ. എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റർ ഇൻഡക്ടർ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇത്രയും കൂടി, അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് എത്രയാണ്, കറണ്ട് എത്രയാണ്, അങ്ങനെ മാറ്റി ചോദിക്കും. ഓക്കെ, അപ്പോൾ μ0 μr എന്നൊക്കെ നിങ്ങൾ വാല്യൂ ഇരുന്ന് കമ്പ്യൂട്ടറിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് μ0 μr എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് ഫോമുലയൊക്കെ ഉണ്ട്, ഒരു 4π യൂസ് ചെയ്തിട്ടുള്ള റിലേഷൻ. ഓക്കെ, വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് വെൻ വി ഡു അവർ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്റ്റോർ ആവുന്ന ഇത് നമ്മുടെ ഈ പറയുന്ന ഇൻഡക്ടറിൻ്റെ എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജിന് എനിക്ക് VL എന്ന് പറയാം, ഇതുവഴി പോകുന്ന കറണ്ടിനെ എനിക്ക് IL എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ്. അത് നമുക്ക് നോക്കാം. സി, ഇൻ ദ കേസ് ഓഫ് an inductor, the voltage across an inductor VL = L × dIL/dt എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഇത് റിലേഷനാണ്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ഇഫ് യു നോ IL, ഇനി നിങ്ങൾക്ക് അറിയാവുന്നത് VL ആണെങ്കിലോ, ഇപ്പോൾ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? VL × dt/L = dIL എന്ന് കിട്ടത്തില്ലേ? ഇനി രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് 1/L പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ VL dt will be equal to ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ dIL എന്ത് കിട്ടും? IL എന്ന് കിട്ടും. അതായത് 1/L ഇൻ്റഗ്രൽ VL dt ആണ് IL. അപ്പോൾ ഈ രണ്ട് റിലേഷൻഷിപ്സ് ഓർത്തിരിക്കാൻ നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇൻഡക്ടറിൻ്റെ അകത്ത് നമുക്ക് എനർജി സ്റ്റോർ ആയെന്ന് പറഞ്ഞിട്ടില്ലേ, ആ എനർജി സ്റ്റോർ ആയതിൻ്റെ ഇക്വേഷൻ നമുക്കറിയണം. മനസ്സിലായോ? ഇക്വേഷൻ അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കണ്ടു, ഇത് ഒരു സ്മോൾ ഡെറിവേഷനാണ്, വെരി സ്മോൾ ഡെറിവേഷനാണ്. ഞാൻ ഈ ഡെറിവേഷൻസും കൂടെ ചെയ്യിപ്പിച്ചായിരിക്കും ഈ ക്ലാസ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ബിക്കോസ് എന്താണെന്നറിയോ, ഇപ്പോൾ നിങ്ങളിൽ പല ഗേറ്റ് എഴുതുന്ന ഓട്ടോമാറ്റിക്കലി ഒരു കുട്ടിക്ക് IAS എഴുതാൻ പറ്റും, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. അപ്പോൾ അതിൻ്റെ എക്സാം വരുന്നത് ജാനുവരിയിലായിരിക്കും. ഇറ്റ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്. അപ്പോൾ അത് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മുടെ IAS IPS ഇല്ല, ആ ലെവലിലുള്ള ഒരു എക്സാമാണ് IAS. മനസ്സിലായോ? ഈ പറയുന്ന ഡിഫൻസിലായാലും നമ്മുടെ ഇൻഡസ്ട്രി ലെവലിലായാലും ഈ പറയുന്ന നവരത്ന കമ്പനീസിലൊക്കെ ഒരു സീനിയോറിറ്റി പൊസിഷനായി നിങ്ങൾക്ക് IAS ഓഫീസറായിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എൻ അഡ്മിനിസ്ട്രേഷൻ ലെവൽ ഓഫ് ഒരു ഹയർ പൊസിഷൻ ജോബാണ്. അപ്പോൾ അതിൻ്റെ എക്സാമും ഈ ഗേറ്റിൻ്റെ സെയിം സിലബസാണ്, പ്ലസ് എന്താണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും, നിങ്ങൾ തിയററ്റിക്കലി എഴുതേണ്ട. അപ്പോൾ അതിനും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ട രീതിയിലാണ് ഞാൻ ഡെറിവേഷൻസ് കൂടെ ചെയ്യിപ്പിച്ചു പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻഡക്ടർ സ്മോൾ ഡെറിവേഷൻ ആണ് നോക്കാം. സി, എനർജിയും പവറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? E = ഇൻ്റഗ്രൽ P × dt അല്ലേ? ആൻഡ് വാട്ട് ഇസ് പവർ? പവറിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പവർ ഇസ് ഡിഫൈൻഡ് ആസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? പവർ = വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, സി, വി നോ ദ റിലേഷൻ. V = എന്താണ്? V എന്ന് പറയുന്നത് ഇസ് നമുക്ക് എന്താണ്? W/T ആണ്.
ആൻഡ് വാട്ട് ഇസ് കറണ്ട് ഐ എന്ന് പറയുന്നത്? കറണ്ട് ഐ എന്ന് പറയുന്നത് നമുക്ക് Q/T എന്ന് പറയാൻ പറ്റത്തില്ലേ? വോൾട്ടേജ് ഈക്വൽ ടു V/Q അല്ലേ? വോൾട്ടേജ് ഈക്വൽ ടു V/Qവും കറണ്ട് ഈക്വൽ ടു Q/T എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡിൽ എന്താ പറ്റുന്നുണ്ട്? Q ക്യാൻസൽ ആവുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഞാൻ ചെയ്തപ്പോഴാണ്. ആൻഡ് വി ഗോട്ട് ഇറ്റ് ആസ് എന്താണ്? W/T അല്ലെ? W ജൂൾസ് ഓഫ് എനർജി ഓവർ T പീരീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പവർ അല്ലേ? അല്ലേ? മനസ്സിലായി? സോ അതുകൊണ്ടാണ് V × I ചെയ്യുമ്പോൾ എനിക്ക് പവർ കിട്ടുന്നത്. ദിസ് ഇസ് ഹൗ യു ഗെറ്റ് ഇറ്റ്. അപ്പോൾ പവർ ഈക്വൽ ടു V × I × dt എന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ കേസിൽ ഞാനിപ്പോൾ പറഞ്ഞ റിലേഷനിൽ നമുക്ക് ഇത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറുമാണ്, ഇത് കറണ്ട് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടറും കറണ്ട് അക്രോസ് ഇൻഡക്ടറും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ റിലേഷൻഷിപ്പ് ആസ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്താണ്? ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 അല്ലേ? അതിന് L × dI/dt അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് വിൽ ബി ഈക്വൽ ടു L × dIL/dt ഇൻറ്റു IL × dt എന്നല്ലേ വരത്തുള്ളൂ. അപ്പോൾ അതിൽ L കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്താൽ ഈ dt ക്യാൻസൽ ആവും. ഐ ഗെറ്റ് ഇറ്റ് ആസ് IL × dIL. മനസ്സിലായോ? ദിസ് ഇസ് ആക്ച്വലി ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ x × dx അല്ലേ? ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻ്റഗ്രൽ x × dx ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ x⁻n × dx എന്ന് പറയുന്നത് ഇസ് x⁻n+1/n+1. ബേസിക് ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കുക. ഓക്കെ, പേടിക്കേണ്ട. നമ്മൾ പാരലി എൻ്റെ മാത്സിൻ്റെ ക്ലാസ്സും ലീനിയർ ഓൾജിബ്ര വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ അറിയണം. കാൽക്കുലേസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മളിതിൽ കുറച്ചും കൂടെ പഠിക്കുന്നുണ്ട്, മാത്സിൽ തന്നെ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, നെറ്റ്വർക്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ IL × dl എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇൻ്റഗ്രൽ x × dx പോലെ അല്ലേ? ദാറ്റ് ഇസ് x⁻n+1 എന്ന് പറയുമ്പോൾ 1+1 2/2 എന്ന് വരും. അപ്പോൾ ഇവിടെ L × IL²/2 എന്ന് വരും. ദാറ്റ് ഇസ് ഇവിടെ ഈക്വൽ ടു എന്താണ് കിട്ടിയത്? L × IL²/L ഈക്വൽ ടു L × IL²/2 അല്ലെങ്കിൽ ഹാഫ് LIL² എന്ന് പറയുന്നതാണ് എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇത് വെരി ഫേമസ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡക്ടറിൻ്റെ കേസിൽ പറയുന്നത്. ഇനി വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് തിങ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് എ കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കേസിൽ നമ്മൾ എന്താ പറയുന്നത്? കപ്പാസിറ്റർ നമ്മൾ കണ്ട ഡിവൈസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 2 പാരലൽ പ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്ലേറ്റിൽ നമ്മളിപ്പോൾ ഇത് ഇഫ് ദിസ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് എന്ന് വിചാരിച്ചോ. ഇത് വോൾട്ടേജ് സോഴ്സ് ആണ്, അവിടെ നിന്ന് കറണ്ട് ഉണ്ടാവും. ഈ കറണ്ടിൽ എന്തുകൊണ്ടാണ് വരുന്നത്? കറണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി കളക്ഷൻ ഓഫ് എന്താണ്? Q നമ്പർ ഓഫ് ചാർജസ് ആണ് ഒരു ടൈമിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതല്ലേ നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് കറണ്ട് വിൽ ബി ആക്ച്വലി കൺസിസ്റ്റിംഗ് ഓഫ് Q കുലംസ് ഓഫ് ചാർജ് വരും അല്ലേ? ഈ Q കുലംസ് ഓഫ് ചാർജ് എന്ത് ചെയ്യും? ഈ ഒരു പ്ലേറ്റിൽ ഇവിടെ വരും അല്ലെ? ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യലായിട്ട് വരും. അപ്പോൾ മറ്റേ പ്ലേറ്റിൽ എന്ത് പറ്റും? നെഗറ്റീവ് പൊട്ടൻഷ്യലും പറ്റും. ഇതാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു കപ്പാസിറ്റർ ഒരു പ്ലേറ്റ് മൊത്തം പോസിറ്റീവ്, മറ്റേ പ്ലേറ്റ് മൊത്തം നെഗറ്റീവ് വരും. ആൻസറസ് അത് എന്തുകൊണ്ടാണ്? ഈ ചാർജസ് വരുന്നത് കാരണമാണ്. ആൻഡ് അത് കാരണം ഒരിടത്ത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആകുമ്പോൾ ഇവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് ഉണ്ടാകുന്നില്ലേ? ആ വോൾട്ടേജ് കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മനസ്സിലായോ? ഇതിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കാരണം അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ഫോർമേഷൻ എങ്ങനെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാര്യം എങ്ങനെ വന്നതെന്ന് നമ്മൾ എവിടെ പഠിക്കും? ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞ സർക്യൂട്ടിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഉണ്ടാവുന്ന എക്സസ് എനർജി എന്ന് പറയുന്നത് സ്റ്റോർ ആവുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡിലാണ്. അതെവിടെ പറയുന്നത്? കപ്പാസിറ്റർ സ്റ്റോർസ് ഇറ്റ്സ് എക്സസ് എനർജി ഇൻ ഇലക്ട്രിക് ഫീൽഡ്. വെൻ എ വോൾട്ടേജ് V is applied, the source deposits charge Q on one plate and minus Q on another plate. മനസ്സിലായോ? ഒരു പ്ലേറ്റിൽ പ്ലസ് ഒരു പ്ലേറ്റിൽ മൈനസ് ചാർജസ് വരും. അത് കാരണം അതിൻ്റെ അകത്തൊരു എന്ത് ക്രിയേറ്റ് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതിലോട്ടാണ് എക്സ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓൾസോ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കപ്പാസിറ്റർ ഒപ്പോസസ് എനി സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ്. ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്? സഡൻ കറണ്ടിൽ ഒരു പ്ലസോ മൈനസോ ചേഞ്ച് വന്നാൽ പെട്ടെന്ന് അതിന് ന്യൂട്രലൈസ് ചെയ്യുന്ന പോലെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്
കപ്പാസിറ്റർ വോൾട്ടേജിൽ ചെറിയതായിട്ട് കൂടുകയോ കുറയുകയോ ഇൻസ്റ്റൻ്റ്ലി ചെയ്ത് അത് അപ്പോൾ അതിനെന്ത് ചെയ്യും, ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് കപ്പാസിറ്റർ. മനസ്സിലായല്ലോ? ഓക്കെ. സോ ബോത്ത് ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ആർ ചാർജ് സ്റ്റോറിംഗ് ഡിവൈസസ് ബട്ട് വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ്. രണ്ട് രീതിയിലാണ് അത് വർക്ക് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ നമുക്ക് കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്താണ്, നമ്മുടെ ബേസിക് ഫിസിക്കൽ എലമെൻറ്റ്സ് വെച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ബൈ ഡി. Epsilon is the permittivity defined as epsilon equal to epsilon 0 into epsilon r. This is the absolute permittivity and this is the relative permittivity. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ, പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുമ്പോൾ. This is the area of cross section and this is the distance between the plates. രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, അടി, അതാണ് നമ്മൾ അവിടെ പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇറ്റ് ഇസ് ഫാരഡ്സ്. അതുപോലെ ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ഇൻഡക്ടറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഹെൻറി ആണ്. മറന്നു പോവാണെങ്കിൽ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലുള്ള ഹെൻറി ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ? സോ ദാറ്റ് ഇസ് യൂണിറ്റ് എന്നും പറയുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് കപ്പാസിറ്ററിൻ്റെ കറണ്ട് വോൾട്ടേജ് റിലേഷൻഷിപ്പ് നോക്കിയാലോ. അതുപോലെ അനദർ ഇക്വേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സി ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്ന റിലേഷൻ ഉണ്ട് കേട്ടോ. സി ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി എന്നാണ് റിലേഷൻ പറയുന്നത്. കാരണം എന്തെന്നറിയാമോ, കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, ക്യൂ നമ്പർ ഓഫ് ചാർജസിനെ ഓവർ വി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്ന കാരണം സ്റ്റോർ ആക്കുകയല്ലേ. ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് പറയുന്നത് സി ഈക്വൽ ടു ക്യൂ ബൈ വി. മനസ്സിലായോ? അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ സി ദ ക്യൂ വിൽ ബി ഈക്വൽ ടു കപ്പാസിറ്റൻസ് ബൈ വോൾട്ടേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ റിലേഷനും അറിയുക, ഈ ഒരു റിലേഷനും അറിയാം. ദീസ് ആർ ദി ഇക്വേഷൻസ് ഫോർ കപ്പാസിറ്റൻസ്. ഇനി ഇവിടുത്തെ കറണ്ട് ടു വോൾട്ടേജ് റിലേഷൻഷിപ്പ് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയാമോ? സി, കപ്പാസിറ്റർ കറണ്ട് ആണ് ഐ സി ആൻഡ് വോൾട്ടേജ് ആണ് വി സി എന്ന് വിചാരിക്കുക. ഐ സി വിൽ ബി ഈക്വൽ ടു ഡി ഇൻറ്റു വി സി ബൈ ഡി ടി എന്ന് വരും. അല്ലെങ്കിൽ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ കപ്പാസിറ്ററിനെ താഴെ കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? സി, ഐ സി ഇൻറ്റു ഡി ടി 1/c താഴെ വന്നാൽ ഇൻറ്റഗ്രൽ ഈക്വൽ ടു രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡി വി സി എന്ന് കിട്ടും. ഇവിടെയോ 1/c ഇൻറ്റഗ്രൽ ഐ സി ഇൻറ്റു ഡി ടി ആണ് വി സി എന്ന് കിട്ടുന്നത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും? സെക്കൻഡ് ഇക്വേഷൻ ആണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? കറണ്ട് ടു വോൾട്ടേജ് റിലേഷൻഷിപ്സ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എനർജി സ്റ്റോർഡും കൂടെ കണ്ടുപിടിക്കാം. സി, ഇവിടുത്തെ കേസിൽ നമ്മൾ ആദ്യം എന്ത് പറയും, നമ്മൾ എനർജി സ്റ്റോർഡ് ഇക്വേഷൻ വെച്ച് ഈക്വൽ ടു ഇൻറ്റഗ്രൽ പി ഇൻറ്റു ഡി ടി ഇക്വേഷൻ വെച്ചിട്ടല്ലേ പറയുന്നത്, റൈറ്റ്? സോ പി ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, വി ഇൻറ്റു ഐ. അപ്പോൾ വി സി ഇൻറ്റു ഐ സി ഇൻറ്റു ഡി ടി. ആൻഡ് വി നോ ദാറ്റ് ഐ സിയുടെ ഇക്വേഷൻ എന്താണ്, സി ഇൻറ്റു ഡി വി സി ബൈ ഡി ടി ഇൻറ്റു ഡി ടി അല്ലേ. അപ്പോൾ ഡി ടി ക്യാൻസൽ ആവും. ഈ സി പുറത്തോട്ട് കൊണ്ടുപോയാൽ വി സി ഇൻറ്റു ഡി വി സി. എഗെയിൻ ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എക്സ് പോലെയല്ലേ കിടക്കുന്നത്, എന്താണ് സി ഇൻറ്റു വി സി സ്ക്വയർ ബൈ 2 എന്ന് വരും. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് എനർജി ഈക്വൽ ടു എന്താണ്, ഹാഫ് സി വി സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് വി സി സ്ക്വയർ എന്ന് പറയും. സോ ടോട്ടൽ വർക്ക്ഡ് ആണ് ഒരു എനർജി സ്റ്റോർഡ് കപ്പാസിറ്റർ എന്താണ്, ഇ വിൽ ബി ഈക്വൽ ടു ഹാഫ് സി വി സി സ്ക്വയർ. മനസ്സിലായോ? ഈ രണ്ട് ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു റിലേഷൻ നമുക്കൊരു അനാലിസിസ് പറയാൻ പറ്റും. നോക്കുക, ഈ ഇയും വി സി സ്ക്വയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരുന്നത്, അതായത് ഇ ഈക്വൽ ടു വി സി സ്ക്വയർ ആണ്. അതുകൊണ്ട് വി സി എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ ഡബിൾ ചെയ്താൽ എനർജിക്ക് എന്ത് പറ്റും, അത് 4 ടൈംസ് ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? കാരണം ഇ ഈക്വൽ ടു വി സി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഡബിൾ ചെയ്താൽ വി സി സ്ക്വയർ ആണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2 ടൈംസ് ആയാൽ ഇത് 2 സ്ക്വയർ, ഇത് 4 ആയിട്ട് മാറും. അതാണ് ഇവിടെ ഒരു അനാലിസിസ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ വെൻ ദ കപ്പാസിറ്റർ വോൾട്ടേജ് ഡബിൾ ആവുമ്പം എനർജിക്ക് എന്ത് സംഭവിക്കും, അത് 4 ടൈംസ് ആയിട്ടായിരിക്കും കൂടാൻ പോകുന്നത്. സോ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനിൽ വന്നതാണ്. ഒരിക്കൽ ഗേറ്റ് എക്സാമിന് വേറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. അതിൽ അവരിങ്ങനെ റിലേഷൻഷിപ്പ് ചോദിക്കും. ഒരു കപ്പാസിറ്ററിൻ്റെ കേസിൽ വോൾട്ടേജ് ഓഫ് ദ കപ്പാസിറ്റർ ഡബിൾ ആയാൽ കപ്പാസിറ്റർ വോൾട്ടേജ് 2 ടൈംസ് ആണോ, 4 ടൈംസ് ആണോ, 8 ടൈംസ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിൽ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ബേസിക്കലി എല്ലാ എലമെൻസിൻ്റെയും നമ്മുടെ ബേസിക്, നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ നെറ്റ്വർക്ക് തിയറി പഠിക്കുന്നത് കേട്ടോ, അത് ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് ആണ്. അതാണ് ഈ ലെക്ചർ 1 വന്നേക്കുന്നത്. അപ്പോൾ ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് പറയുന്നത് എന്താണ്, RLC. ഇതിൽ ചോദിച്ചിട്ടുള്ള, ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ കോൺസെപ്റ്റ്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ബേസിക് ഇക്വേഷൻസും ആണ് ഇപ്പോൾ കവർ ചെയ്തത് വിത്ത് ദി എനർജി സ്റ്റോർ. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള ലെക്ചറിൽ ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
അപ്പോൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും, ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, വീക്ക്ലി ടെസ്റ്റിലും ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് എഴുതുക, കമ്പൽസറി ആയിട്ട് എഴുതുക. കാരണം നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രമാത്രമായിരിക്കും നിങ്ങൾക്ക് റാങ്ക് കിട്ടാനുള്ള ചാൻസും കൂടാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ, നോക്കിയോ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, ഓക്കെ, ഇത് റീസെൻ്റ്ലി ഗേറ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ 2 മാർക്കാണ് കേട്ടോ. വെയിറ്റേജ് ഞാൻ പറയാം, 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, എന്താ മനസ്സിലാവുന്നത് നോക്കിയോ. ദ QV റിലേഷൻ ഓഫ് എ കപ്പാസിറ്റർ, QV അതായത് കപ്പാസിറ്റർ C ഈക്വൾ ടു നമുക്ക് എന്തറിയാം, C ഈക്വൾ ടു QV അറിയാം. അപ്പോൾ ആ Qൻ്റെ Vൻ്റെ റിലേഷനാണ് തന്നിരിക്കുന്നത്. V ഈക്വൾ ടു 1 + Q + Q². ക്വസ്റ്റൻ എന്താണ്, ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ചാർജ് ദിസ് കപ്പാസിറ്റർ. എനർജി കണ്ടുപിടിക്കണം. ഈ കപ്പാസിറ്ററിനെ നമ്മൾ Q ഓഫ് T0 ഈക്വൾ ടു 0 തൊട്ട് Q ഓഫ് T1 ഈക്വൾ ടു 1 കൂളമ്പ് വരെ ചാർജ് ചെയ്യണം. അതായത് 0 കൂളമ്പിൽ നിന്ന് 1 കൂളമ്പിലോട്ട് ചാർജ് ചെയ്യുകയാണ്. എപ്പോഴാണ്, T0 എന്ന് പറയുന്ന ടൈമിൽ നിന്ന് T1 എന്ന് പറയുന്ന ടൈം ആകുമ്പോഴേക്കും അല്ലേ. അപ്പം നമ്മൾ Q ഓഫ് T0 നിന്ന് Q ഓഫ് T1ലേക്ക് നമ്മൾ ചാർജ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ എത്രമാത്രം എനർജിയാണ് എടുക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചിന്തിക്കും, ഓക്കെ, വി ആർ സപ്പോസ് ടു ഫൈൻഡ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ പഠിച്ച റിലേഷൻ എന്താണ്, വി നോ ദാറ്റ് E ഈക്വൽ ടു ½ CV² എന്ന റിലേഷൻ എനിക്ക് അറിയാമല്ലോ. ഡയറക്റ്റ്ലി യൂസ് ചെയ്തോടെ. പക്ഷെ ഒരു പ്രശ്നമാണെന്ന് അറിയാമോ, ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്യണമെങ്കിൽ ദ കണ്ടീഷൻ, ഓക്കെ, ദ നെസസറി കണ്ടീഷൻ ഇസ് ദാറ്റ് നമ്മൾ ഇവിടെ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള ക്യൂവും വിയും ഷുഡ് ബി ലീനിയർ ഇൻ നേച്ചർ, അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്താൽ ഇത് ക്യൂവും ഇത് വിയും ആണെങ്കിൽ വി കൂടുന്നതിനനുസരിച്ച് യുവും കൂടണം. ഇല്ലെങ്കിൽ അതൊരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. മനസ്സിലായോ? അതായത് വി ഈക്വൾ ടു 2 ടൈംസ് ക്യൂ എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ വി ഈക്വൾ ടു ക്യൂ എന്ന് പറഞ്ഞാൽ അതെല്ലാം ലീനിയർ റിലേഷൻഷിപ്പാണ്. പക്ഷേ ഇവിടെ എന്താണ്, വി ഈക്വൾ ടു 1 + Q + Q² എന്ന് പറയുന്നില്ലേ, അതെന്താണ്, ഒരു നോൺ ലീനിയർ റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ പ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്താൽ അത് ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു പ്ലോട്ട് ആയിരിക്കത്തില്ല പോകുന്നത്. മീൻസ് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. സോ സിൻസ് ദിസ് ഇസ് എ നോൺ ലീനിയർ റിലേഷൻ ആയതുകൊണ്ട് വി കനോട്ട് യൂസ് ദിസ് ഇക്വേഷൻ ഡയറക്ട്ലി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡയറക്ട്ലി ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ യു തിങ്ക് അബൌട്ട് ദി ഇക്വേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് എനർജി. എങ്ങനെയാണ് പവർ ഈക്വൾ ടു എങ്ങനെ വരുന്നത്, dW/dt അല്ലേ, വി നോ ദാറ്റ്. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് വേറെ റിലേഷൻ ഉണ്ട്. എന്താണ്, W ഈക്വൾ ടു എന്താണ്, ഇൻറ്റഗ്രൽ P × dt നമുക്കറിയാം. ആൻഡ് വാട്ട് ഇസ് പവർ, V × I × dt. ആൻഡ് സിൻസ് ദിസ് ഇസ് കപ്പാസിറ്റർ ആയതുകൊണ്ട് ദിസ് ഇസ് VC × IC. അതായത് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞാൽ ഈ ഇൻറ്റഗ്രൽ എന്താണ്, ടൈം അല്ലേ, dt ആയതുകൊണ്ട് T ഈക്വൾ ടു T0 ടൈം ടു T1 ടൈം വരെ ഉള്ള VC ഓഫ് T × IC ഓഫ് T × dt ആണ് ഈ എനർജി എന്ന് പറയുന്നത്. W ജൂൾസ് ഓഫ് എനർജിയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, ഈ T0 T1ൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ T0 T1 ടൈമിലുള്ള ചാർജ് സ്റ്റോർ 0 കൂളമ്പ് 1 കൂളമ്പ് അതെനിക്കറിയാം. അതായത് ഈ ഇൻറ്റഗ്രലിനെ എനിക്ക് കൺവേർട്ട് ചെയ്ത് Q ഈക്വൾ ടു Q ഓഫ് T0 തൊട്ട് Q ഓഫ് T എന്ന് പറഞ്ഞാൽ T1 പറഞ്ഞാൽ അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാം. അതുപോലെ എഗെയിൻ ഇവിടെ VC ഓഫ് T എനിക്കറിയില്ല, പക്ഷേ IC ഓഫ് T എനിക്കറിയാവോ, അതും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ അനദർ തിങ് ഇസ് ദാറ്റ് ഇവിടെ അവർ തന്നിരിക്കുന്ന റിലേഷൻ എന്താണ്, V ഈക്വൾ ടു 1 + Q + Q² അല്ലേ. അത് ആക്ച്വലി എന്താണ്, കപ്പാസിറ്റർ വോൾട്ടേജ് എന്നാണല്ലോ. VC ഓഫ് Q ആണ് നമുക്ക് തന്നേക്കുന്നത് 1 + Q + Q². വൈ ഇസ് ഇറ്റ് VC ഓഫ് Q? ബിക്കോസ് ഈ തന്നേക്കുന്ന VC ഇസ് ആക്ച്വലി ഫംഗ്ഷൻ ഓഫ് ദിസ് വേരിയബിൾ അല്ലേ. ഈ തന്നേക്കുന്ന ആ ഒരു ഇക്വേഷനുള്ള വേരിയബിൾ Q മാത്രമല്ലേ, T അല്ലല്ലോ. ഇഫ് ദിസ് വാസ് 1 + T + T² ആണെങ്കിൽ ഇത് നമുക്ക് VC ഓഫ് T എന്ന് പറയാൻ പറ്റിയേനെ. പക്ഷേ ഇത് 1 + Q + Q² ആണ്, ദിസ് ഇസ് VC ഓഫ് Q ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഇസ് VC ഓഫ് Q, ദാറ്റ് ഇസ് നോൺ ടു അസ്. അപ്പോൾ അതുകൊണ്ട് VC ഓഫ് Tക്ക് പകരം നമുക്ക് എന്ത് പറയാം, VC ഓഫ് Q പറയാം. ആൻഡ് വാട്ട് അബൌട്ട് IC ഓഫ് T, എനിക്ക് അതും അറിയില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്ന ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യാം. IC എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് റിലേറ്റഡ് ആസ് വാട്ട് ഇസ് Q/T ആണ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം, dQ/dt എന്ന് എനിക്ക് പറഞ്ഞൂടെ. dt ടൈമിൽ എത്ര ചാർജസ് Q ചാർജസ് പോകുന്നുണ്ട്, dQ/dt ഇക്വേഷൻ ആണ്. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, IC × dt ഈക്വൾ ടു എന്ത് കിട്ടും, dQ എന്ന് കിട്ടിയില്ലേ. വി ക്യാൻ ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ്. IC × dt പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇവിടെ നിന്ന് dQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to integral Q of T0 0 coulomb to 1 coulomb. VC of Q എത്രയാണ്, 1 + Q + Q² ഇൻറ്റു dQ ചെയ്താൽ പോരെ. അതായത് നമ്മളിവിടെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, ഇൻ്റഗ്രൽ 0 to 1 + Q + Q² ഇൻറ്റു dQ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ 1 × dQ പ്ലസ് ഇൻ്റഗ്രൽ Q × dQ
പ്ലസ് ഇൻ്റഗ്രൽ ക്യൂ സ്ക്വയർ ഇൻറ്റു ഡി ക്യൂ എന്ന് വരത്തില്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ ഡി ക്യൂ എന്താണ്? ഇൻ്റഗ്രൽ എക്സ് എന്താണ്? ഹൗ ഡു യു ഡിഫൈൻ ഇൻ്റഗ്രൽ എക്സ്? സെയിം ഫോമുല അല്ലേ? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു n+1/n+1. ദാറ്റ് ഇസ് ഇവിടെ ഇൻ്റഗ്രൽ എന്താണ്? പക്ഷേ ഇവിടെ നമുക്ക് എക്സ് വേരിയബിൾ ഇല്ല, ഇൻ്റഗ്രൽ ഡി ക്യൂ എന്ന് വരുന്നത്. സോ ഇൻ്റഗ്രൽ ഓഫ് ഡിഫറൻഷ്യൽ ഡി ക്യൂ വിൽ ബിക്കം ക്യൂ അല്ലേ? ക്യൂ പ്ലസ് നമുക്ക് ലിമിറ്റ് അവസാനം ഇടാവേ. പ്ലസ് ഇൻ്റഗ്രൽ ക്യൂ എന്താണ്? ക്യൂ സ്ക്വയർ ബൈ 2. ഇൻ്റഗ്രൽ ക്യൂ സ്ക്വയർ എത്രയാണ്? q³ ദ ഹോൾ ഫ്രം ലിമിറ്റ് 0 to 1. 1 ഇടുമ്പോഴോ 1 + 1/2 + 1/3 മൈനസ് 0 അല്ലേ? 0 ഡിവൈഡ് ബൈ ഈ നമ്പർ 0 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ദിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 11/6 എനർജി അല്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് എന്ത് പറയും? ജൂൾസ് എന്ന് പറയണം. മനസ്സിലായി? ഇത് നമുക്കിപ്പോൾ 4 ഓപ്ഷൻസ് ആയിട്ട് വരും. ഇപ്പോൾ എ സപ്പോസ് 11J വരും, ബി വാസ് ഓപ്ഷൻ 11/6 ജൂൾസ് വരും, ആൻഡ് ഓപ്ഷൻ സി വാസ് 6/11 ജൂൾസ് വരും, ഓപ്ഷൻ ഡി വാസ് 6 ജൂൾസ് വരും. മനസ്സിലായോ ഹൗ ടു ഡു ദിസ് എന്ന്? ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ തന്നിരിക്കുന്ന റിലേഷൻഷിപ്പ് വി ക്യൂ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈക്വൽ ടു ഹാഫ് CV സ്ക്വയർ യൂസ് ചെയ്യാൻ പറ്റിയേനെ. ഓക്കെ, അപ്പോൾ സെയിങ് ദാറ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, a voltage waveform V of t equal to എന്താ തന്നേക്കുന്നത്? ഒരു വോൾട്ടേജ് വേവ് ഫോം V of t. മനസ്സിലായി? വോൾട്ടേജ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ആണ് ഇവിടെ. ഓക്കെ, സോ V of t തന്നിട്ടുണ്ട് ഇസ് 12t² ഇസ് അപ്ലൈഡ് അക്രോസ് എ 1 ഹെൻറി ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ ഉണ്ട്, അതിൻ്റെ ഇൻഡക്റ്റൻസ് ഇസ് 1 ഹെൻറി ഫോർ ദ ടൈം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതായത് ടൈം പോസിറ്റീവ് ടൈം ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈമിന് ശേഷം അങ്ങോട്ട് പോകുമ്പോഴേക്കും, ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? ആ ഇൻഡക്ടർ എന്ന് പറയുന്ന ഡിവൈസിന് എക്രോസ്, ഈ ഇൻഡക്ടർ 1 ഹെൻറി അല്ലേ, ഇതിന് എക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതാണ് V of t എന്ന് പറയുന്നത്. മനസ്സിലായി? VL of t എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. വിത്ത് ഇനീഷ്യൽ കറണ്ട് ത്രൂ ഇറ്റ് ബീങ് 0 എന്ന് വെച്ചാൽ ഇനീഷ്യലി അതുവഴി പാസ് ചെയ്യുന്ന കറണ്ട് 0 ആണ്. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. ഓക്കെ, the current through the inductor for t greater than or equal to 0 is given by. നമ്മൾ ടൈം പറയുമ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ ഇത് ആക്ച്വലി നമ്മൾ നെക്സ്റ്റ് ഒരു 3ാമത്തെ ചാപ്റ്ററായ ട്രാൻസിയന്റ് റെസ്പോൺസിൽ പഠിക്കുന്നത്. അതായത് നമുക്കൊരു സർക്യൂട്ടിൽ എന്തുണ്ടാവും? സ്വിച്ചസ് വരാം. ഇവിടെ നോക്കേ, ഇതൊരു സ്വിച്ചാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സ്വിച്ച് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് പറയാം t = 0 എന്ന് പറയുന്ന പോയിന്റിന് മുന്നേ വരെ, അതായത് ഫോർ t <0 ഈ സ്വിച്ച് ഓപ്പൺ ആയിട്ടിരിക്കുക എന്ന് വെച്ചാൽ തുറന്നിരിക്കുമ്പോൾ ഇതുവഴി കറണ്ട് പോകത്തില്ല. t = 0 വന്ന് ഇത് സ്വിച്ച് ചെയ്തു, അതായത് ഓൺ ഓഫ് സ്വിച്ചിങ് ആണ്. ഇതിന് മുന്നേ ഓഫ് ആണെങ്കിൽ ഇതിന് ശേഷം എന്ത് പറ്റി? ഇത് ഓൺ ആയി, അല്ലെങ്കിൽ സ്വിച്ച് എന്ത് പറ്റി? ക്ലോസ്ഡ് ആയി ഫോർ t > 0. അപ്പോൾ ഈ സ്വിച്ച് എങ്ങനെ ഇരിക്കും എന്നറിയുമോ? കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുവഴി കറണ്ട് അങ്ങ് പാസ് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ സ്വിച്ചിങ് തിയറി, അല്ലെങ്കിൽ ഈ സ്വിച്ചിങ് എന്ന് പറയുന്ന കേസിലാണ് നമ്മൾ ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വരുന്നത്. നമ്മൾ പഠിക്കും കേട്ടോ ഇതിനെപ്പറ്റി. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ്. പക്ഷേ ഇവിടെ അതിൻ്റെ ഒരു ഹിൻ്റാണ് ഈ ക്വസ്റ്റിൽ അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, കാരണം ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ വിത്ത് ഇനീഷ്യൽ കറണ്ട് ത്രൂ ഇറ്റ് ബീങ് 0 എന്ന് വെച്ചാൽ ഈ സ്വിച്ചിങ് എന്ന് പറയുന്ന മൊമെൻറ്റ് t = 0 അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ചെറിയ ഇൻസ്റ്റൻറ്റിനെയാണ് എനിക്ക് t = 0 മൈനസ് എന്ന് പറയാൻ പറ്റും. t = 0ക്ക് തൊട്ട് ശേഷം വരുന്നൊരു മൊമെൻറ്റ് t = 0 പ്ലസ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് രണ്ടെന്താണ്? ഇൻസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു തൊട്ട് ബാക്കിലോട്ടുള്ള ഇൻസ്റ്റൻറ്റും ശേഷമുള്ള ഇൻസ്റ്റൻ്റാണ് 0 മൈനസ് 0 പ്ലസ് എന്നാൽ ഇവരിവിടെ പറയുന്നത് ക്വസ്റ്റൻ എങ്ങനെയാണെന്നറിയോ? ഇനീഷ്യൽ കറണ്ട് ത്രൂ ഇറ്റ് ബീങ് 0 എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് ഒന്നുകിൽ ദ കറണ്ട് അറ്റ് ദ ടൈം t = 0 മൈനസോ അല്ലെങ്കിൽ കറണ്ട് അറ്റ് ദ ടൈം t = 0 പ്ലസോ, ഇതിൽ ഏതോ ഒന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് 0 എന്ന് പറയുന്നുള്ളതുകൊണ്ട് നമ്മളിതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. ഈ സ്വിച്ചിങ് നടന്നു, പക്ഷേ ആ ടൈമിലുള്ള ഇനി പറയുന്ന ഇനീഷ്യൽ കറൻസിനെ പറ്റി നമ്മൾ കൺസേൺഡ് ആവേണ്ട, അത് നെഗ്ലിജിബിൾ ആണെന്നുള്ള ഉദ്ദേശിക്കുന്നേ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വിത്ത് ദ ഇനീഷ്യൽ കറണ്ട് ത്രൂ ഇറ്റ് ബീങ് 0, കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ ഫോർ t > 0. ഈ t = 0 തുടങ്ങി അങ്ങോട്ട് പോകുമ്പോഴേക്കും ഉള്ള കറണ്ടാണ് അവർ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനീഷ്യൽ കറണ്ട് I of 0 മൈനസ് ആയാലും I of 0 പ്ലസ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഇതിനെ തന്നെ, അത് 0 ആണ്. ബട്ട് ഐ നീഡ് ടു ഫൈൻഡ് എ വാല്യൂ ഓഫ് എന്താണ്? ഐ നീഡ് ടു ഫൈൻഡ് എ വാല്യൂ ഓഫ് IL of t കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ലീനിയർഷിപ്പിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വി കൻ ഡയറക്ട്ലി സോൾവ് ഇറ്റ് യൂസിങ് ദ ഇക്വേഷൻ VL of t = L × dIL/dt വെച്ച് സോൾവ് ചെയ്തൂടെ അല്ലേ? അതെങ്ങനെ സോൾവ് ചെയ്യാം? വി നോ ദാറ്റ് VL of t എന്താണ്? 12t² ആണ്.
നമ്മുടെ ഇൻഡക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 1 ഹെൻറി അല്ലേ? സോ 1 ഇൻറ്റു DIL/T/dt ആണല്ലോ, കറക്റ്റ് അല്ലേ? അപ്പോൾ ഐ നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് DIL/dt. അപ്പം ഈ 12t² ഇൻറ്റു dt എന്ത് ചെയ്യാം? അപ്പുറത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് സൈഡ് എനിക്ക് ഇനി എന്ത് ചെയ്യാം? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. സോ ഇവിടെ എനിക്ക് I'll get IL/T will be equal to integral of 12t² എന്ന് പറ്റും 12 ഇൻറ്റു integral of t² ഇൻറ്റു dt. വാട്ട് ഇസ് t² ഇൻറ്റു dt? 12 ഇൻറ്റു t³/3. ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റണം കേട്ടോ. പ്ലസ് ആരും കൂടെ വരും, ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ഡിഫൈൻ ചെയ്യാം? 3 12 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 അല്ലേ? 4t³ പ്ലസ് c എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി ഈ കോൺസ്റ്റൻ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ കാരണം ഓപ്ഷൻസ് ഇങ്ങനെയായിരുന്നു വന്നിരുന്നത് കേട്ടോ. ഓപ്ഷൻസ് നമുക്ക് 2t²/9 ഉണ്ടായിരുന്നു, 4t² ഉണ്ടായിരുന്നു, 4t³ ഉണ്ടായിരുന്നു ആൻഡ് 4t ഉണ്ടായിരുന്നു. ഇതാണ് 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. വളരെയധികം കൺഫ്യൂസിങ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് ഇനി ഹാൻഡിൽ, കാരണം ഇതിലൊന്നിലും അവർ കോൺസ്റ്റന്റ് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് കോൺസ്റ്റന്റ് കിട്ടി. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അവർ നേരത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ, ഇനീഷ്യൽ കണ്ടീഷൻ 0 ആണെന്ന്, അത് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ യൂസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. യൂസിങ് ദ ഇനീഷ്യൽ കണ്ടീഷൻ ദാറ്റ് I of 0 = 0. എന്ന് വെച്ചാൽ I of 0യുടെ മീനിങ് ഞങ്ങൾക്ക് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്ത് തരാം. എന്ന് വെച്ചാൽ I of t = 0 എന്ന് പറയുന്ന മൊമെൻറ്റ്, അതിൽ അപ്പോൾ ആ t = 0 എന്ന് പറയുന്ന മൊമെൻറ്റിലുള്ള കറണ്ട് എത്രയാണ്? 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. 0 - 0 + ആയിക്കോട്ടെ. എന്നാൽ നമ്മുടെ ഈ ഇക്വേഷൻ IL/T അല്ലേ? അപ്പോൾ അവിടെ ഞാൻ IL/T = 0 ഇട്ടോ, IL/0 ആയില്ലേ? ഈ ഇക്വേഷനിൽ എന്ത് കിട്ടും? 4 × 0³ + c അല്ലേ? എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്താ കിട്ടിയത്? ദിസ് ഇസ് ഈക്വൽ ടു IL/0 = 0 അല്ലേ കിട്ടിയേ? എന്ന് വെച്ചാൽ ദിസ് ടേം ഇസ് ഓൾസോ 0. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? c = 0 എന്ന് കിട്ടി. c = 0 നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് IL/T എന്ത് കിട്ടി? ഡയറക്റ്റ് 4t³ എന്നല്ലേ കിട്ടിയത്? സോ ദാറ്റ് ഈസ് യുവർ ഓപ്ഷൻ, 4t³ ഓപ്ഷൻ C. മനസ്സിലായോ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇനീഷ്യൽ കണ്ടീഷൻ തന്നേക്കുന്നത്. ഇനി സപ്പോസ് ഇനീഷ്യൽ കണ്ടീഷൻ 0 അല്ല തന്നേക്കുന്നത്, 2 ആംപിയർ എന്നൊരു കറണ്ട് ആണെങ്കിലോ എന്ത് പറ്റും ചേഞ്ച്? നമ്മൾ ഇവിടെ IL/T = 0 - 0 എന്ന് അസ്യൂം ചെയ്ത സ്ഥാനത്ത് ഇവിടെ 2 ആംപിയർ ആവും. അപ്പോൾ നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോഴും =2 വരും, c = 2 കിട്ടും, ഇവിടെ 4t³ പ്ലസ് എന്ത് കിട്ടും? 2 എന്നൊരു വാല്യൂ കിട്ടിയേനെ. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, സോ ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്, അല്ല നോൺ ലീനിയർ അപ്രോക്സിമേഷൻ വരെ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ഏത് വന്നാലും ആൻസർ ചെയ്യണം. ഇൻഡക്ടറിൻ്റെയും സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അതുപോലെ ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അപ്കമിങ് ക്ലാസ്സിൽ നമ്മുടെ വീക്ക്ലി ടെസ്റ്റിലൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് സോൾവ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, ഇതെല്ലാം ഇത് കണ്ടോ, ഇതെന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക്കലി എന്ത് ചാപ്റ്ററാണ് കവർ ചെയ്തേ? ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അതിൽ നമ്മൾ ബേസിക് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് എന്താണ്, നെറ്റ്വർക്ക് എന്താണ്, സർക്യൂട്ട് എന്താണ്, കുറച്ച് DC സർക്യൂട്ട് ടേംസ് ഒക്കെ എന്താണ് അല്ലേ, പിന്നെ കപ്പാസിറ്റർ ഇൻഡക്ടറിലുള്ള പ്രോപ്പർട്ടീസും അതിൻ്റെ എനർജി സ്റ്റോർഡും, പിന്നെ ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെയാണ്, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസും കൂടെയാണ് നമ്മളിത് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് ലെക്ചർ നമ്പർ 2 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെഷ് ആൻഡ് നോഡ് അനാലിസിസ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്കമിങ് ക്ലാസ്സിൽ നമ്മൾ AC and DC തിയറംസ് എടുക്കും, പിന്നെ ട്രാൻസിയന്റ് റെസ്പോൺസ്, പിന്നെ നമ്മുടെ പോൾ നെറ്റ്വർക്സിൻ്റെ കാര്യം, പോൾ സീറോ പ്ലോട്ടിൻ്റെ കാര്യം, ലാപ്ലേസ് ട്രാൻസ്ഫോംസ്, പിന്നെ അവസാനം ഞാൻ പറഞ്ഞില്ല ഒരു മിസ്ലിനിയസ് ടോപ്പിക് ഗ്രാഫ് തിയറി, അതും കൂടെ എക്സസ് ചെയ്യാൻ പഠിപ്പിച്ചു തരും. അപ്പോൾ അത് വെച്ചായിരിക്കും നമുക്ക് നെറ്റ്വർക്ക് തിയറി കവർ ചെയ്യുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഒരു 2 വീക്സ് 2.5 വീക്സ് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ടൈം ഇട്ടേക്കുന്നത് ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിപ്പിച്ചു അല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നെവർ ബൈ എനി ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ബുക്സ് ഫ്രം എനി ഓതേഴ്സ് ഓർ എനി പബ്ലിഷർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൊത്തം ഗേറ്റ് 2027 എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു വലിയൊരു ഡിസ്ക്രിപ്റ്റീവ് കണ്ടന്റ് കുറച്ച് എന്താ കണ്ടൻസ് ഒക്കെ അവർ ചുരുക്കി മെയിൻ ഇക്വേഷൻസ് വരെ തരുന്ന ബുക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വായിച്ചാൽ നിങ്ങൾ ഗേറ്റ് ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ ഒത്തിരി തന്നെ അതിൽ മിസ്റ്റേക്സ് വരും, നിങ്ങൾ മിസ്റ്റേക്ക് പഠിക്കും. ഒരു മിസ്റ്റേക്ക് നമ്മൾ പഠിച്ചു പോകുന്നതിനേക്കാളും അത്രയും വലിയ ഒരു മണ്ടത്തരം വേറെ ഇല്ല ആക്ച്വലി. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കണം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. യു ഗെറ്റ് ദി ഒറിജിനൽ ടെക്സ്റ്റ്. ഗേറ്റിൽ നമുക്ക് ഓരോ സബ്ജക്റ്റിനും നമുക്ക് ഓരോ റെഫറൻസ് ടെക്സ്റ്റ് ഉണ്ട്. നെറ്റ്വർക്ക് തിയറിക്ക് നമുക്ക് ചക്രബർത്തി ഉണ്ട്, ആനന്ദ് കുമാർ ഉണ്ട്, അതൊക്കെ നല്ല ബുക്സാണ്. അത് വാങ്ങിച്ചിരുത്തി നിങ്ങൾ വാങ്ങിച്ച് ആ ബുക്ക് വെച്ച് സോൾവ് ചെയ്യുക. മനസ്സിലായി? ഈ ബുക്സിൻ്റെയൊക്കെ ഏറ്റവും ബാക്ക് സൈഡിൽ സോൾഡ് എക്സാമ്പിൾസ് വരും, അതിൽ നിന്നൊക്കെയാണ് ഇവർ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. മനസ്സിലായോ? IIT പ്രൊഫസേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ ആ ലെവലിലാണ് പഠിക്കേണ്ടത്.
ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നതും ഇതൊക്കെ ചെയ്യുന്നതും ഫ്രം ദോസ് ബുക്സ് ആണ്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റഡി മെറ്റീരിയൽസും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഇതൊക്കെ ഇവിടെ തരും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് പാർട്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ടോപ്പിക്കില്ലേ, ബേസിക്സ് ഓഫ് സർക്യൂട്ട് എലമെൻറ്റ്സ്, ഇതിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഗേറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇനി ഇരുന്ന് സോൾവ് ചെയ്യാം. 1 by 1 ഒത്തിരി മെറ്റീരിയൽസ് ഓൺലൈൻ കിട്ടും. ഇനി ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടും. അത് നിങ്ങൾ വാങ്ങിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ഒരു 34 വർഷങ്ങളായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഗേറ്റിൻ്റെ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കിട്ടും. സൊല്യൂഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായോ? അതെടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഇത് കിട്ടിയാൽ മതി, ABCD ഏത് ഓപ്ഷനാണെന്ന് കിട്ടിയാൽ മതി, അത് വെച്ച് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. മനസ്സിലായോ? ഇല്ലെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ ഗൂഗിളിൽ ഇട്ടാൽ പോലും അതിന് ഒത്തിരി സൊല്യൂഷൻസ് കിട്ടും. മനസ്സിലായോ? അപ്പം അത്രയ്ക്ക് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഉള്ള കാലമാണിത്. ഓക്കെ, സോ അതിനൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഒത്തിരി ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് ഉള്ളത് എന്നോട് വന്ന് ചോദിക്കുക. ഓക്കെ, സോ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇൻഡിവിജ്വൽ ആ ഒരു മെൻറ്റർഷിപ്പ് കിട്ടുന്നതായിരിക്കും ഇവിടെ. ഓക്കെ, സോ എന്തായാലും ഈ ക്ലാസ് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കി കുട്ടികൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ദി നമ്പർ, സ്റ്റുഡൻറ്റ് സപ്പോർട്ട് നമ്പർ, അതിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ക്രാക്ക് ഇറ്റ് അപ്പ് ബൈ എക്സലൻസ് അക്കാഡമി ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ GET 2027 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ / ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ടുപേർക്കുള്ളതുണ്ട്. ഇൻസ്ട്രുമെൻറ്റേഷൻകാർക്ക് ആകെ സിലബസിൽ വരുന്ന വ്യത്യാസം 2 സബ്ജക്ട്സ് ആണ്, മെഷർമെൻറ്റ്സും സെൻസേഴ്സും. സെൻസേഴ്സും ട്രാൻസ്ഡ്യൂസർ ആ 2 സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ബാക്കി എല്ലാം ഇൻസ്ട്രുമെൻറ്റേഷനും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ബാച്ചിനെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ അണ്ടിൽ ദ നെക്സ്റ്റ് ക്ലാസ്, സീ യു എവരിവൺ. താങ്ക് യു. So this is Yasin. അപ്പോൾ യാസിൻ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂം സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് ഹി ഗോട്ട് ദി റാങ്ക് 2308 റാങ്ക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കിട്ടിയത്. അപ്പോൾ യാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാത്ത ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഫുൾ അറ്റൻഡൻസ് റെക്കോർഡ് ആണെങ്കിൽ യാസിന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഫാക്കൽറ്റീസിനോട് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി ഒരു വെരി ഗുഡ് ഹൈലൈറ്റ് ആണ് സ്റ്റുഡന്റിനെ സംബന്ധിച്ച്. കാരണം ഒരു ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുമ്പോൾ അവർക്ക് അത്രയും നോളജ് ഒക്കെ ഗെയിൻ ചെയ്യാനും പറ്റും. പിന്നെ യാസിൻ സ്ഥിരമായിട്ട് ഡൗട്ട് കേൾക്കുന്ന ഒരു കുട്ടിയാണ്. ഈവൻ ദോ ഹി വാസ് ഓൺലൈൻ ആണെങ്കിൽ പോലും ഹി ഫൗണ്ട് ദാറ്റ് മച്ച് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ഹിസ് ഗേറ്റ് സ്റ്റഡീസ് ആൻഡ് വളരെ നല്ലൊരു റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, പിന്നെ IITസിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ഗെറ്റ് എ വെരി ഗുഡ് റിസൾട്ട് ഫ്രം ദിസ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. സോ ദിസ് ഇസ് അനില, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആയിരുന്നു ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അനിലെ പറ്റി പറയുകയാണെങ്കിൽ ഷീ ഈസ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റുഡിയസ് സ്റ്റുഡന്റ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പോലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം തയ്യാറേസ് ചോദിക്കുന്ന അത്രയും സ്റ്റുഡിയസ് ആയിട്ട് ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ അനില എന്ന് പറയുന്നത്. ആൻഡ് അതിലേക്ക് കിട്ടിയിരിക്കുന്നത് വളരെ നല്ലൊരു ഗേറ്റ് റാങ്ക് റെക്കോർഡാണ്. ആൻഡ് ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ മോർ. അപ്പോൾ അടുത്ത വർഷമായാലും പറയാം നമുക്ക് ഗേറ്റ് കോഴ്സിന് 1 more year വാലിഡിറ്റി ഉണ്ട്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ വൺസ് മോർ. എനിക്കറിയാം വേറെ എക്സാംസ് നമുക്ക് ഉണ്ടാവും, നമ്മുടെ കരിയർ ബാക്കി നോക്കണം. പക്ഷെ എന്നാൽ പോലും you have the potential to gain more, but definitely അതിനു വേണ്ടി നോക്കണം. Okay, congratulations. So this is Surya, നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് റൂം സ്റ്റുഡന്റ് ആണ് ഇൻ GET ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂര്യനെ പറ്റി പറയേണ്ട ഒരു വളരെയധികം ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സൂര്യ വരുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. MSc ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ വന്ന ഫസ്റ്റ് ഡേ സൂര്യ എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, എഞ്ചിനീയറിംഗ് ആയിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ എങ്ങനെ പഠിക്കും. പക്ഷേ ഐ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് നമ്മൾ ഹാർഡ് വർക്ക് നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടോ അത്രമാത്രം നമുക്ക് അതിന് തിരിച്ച് ഗെയിൻ ചെയ്യാൻ പറ്റും. ആൻഡ് അതിനുള്ള ഏറ്റവും വലിയൊരു പ്രൂഫാണ് സൂര്യ. ഈവൻ ദോ ഹി കെയിം ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ഹി ഗോട്ട് എ വെരി ഗുഡ് റാങ്ക് ഇൻ ഗേറ്റ്. ആൻഡ് ഞാൻ പറയുന്നതാണ്, ഇനിയും അടുത്ത വർഷവും യു ക്യാൻ ഓൾസോ ട്രൈ വൺസ് മോർ. ആൻഡ് ഇനിയും എഫേർട്ട് എടുത്താൽ യു വിൽ ഗെറ്റ് ഈവൻ ഒരു 1000-നുള്ളിലുള്ള നല്ലൊരു റാങ്ക് you can definitely secure it. Okay, and another thing is that he came from Palakkad. അപ്പോൾ ഡെയിലി യാത്ര, നമ്മുടെ ക്ലാസ് തുടങ്ങും മുന്നേ തന്നെ എല്ലാ കുട്ടികളും വരുമ്പോൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡൻസിൽ ഇരിക്കുന്ന കുട്ടിയാണ് സൂര്യ. അപ്പൊ അത്രയും എഫേർട്ട് ഇട്ട് ഡെയിലി ആ ഒരു 14 hours യാത്ര കഴിഞ്ഞ് അത്രയും എഫേർട്ട് ഇട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു സൂര്യ. ഓക്കെ, ആൻഡ് ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. ഓക്കെ, കൺഗ്രാറ്റ്സ്.